ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൻ്റെ ചോദ്യങ്ങൾ ഏതാകട്ടെ, ദൈവത്തിനതിന് ഉത്തരമുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൻ്റെ സംശയങ്ങൾ ഏതാകട്ടെ, ദൈവത്തിനതിന് ഉത്തരമുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ ആശങ്കകൾ ഏതാകട്ടെ, ദൈവത്തിനതിന് മറുപടിയുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനകൾ ഏതാകട്ടെ, ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിനതിന് മറുപടിയുണ്ട്. യേശു ഉത്തരം പറഞ്ഞു. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയങ്ങളെ നോക്കി പറഞ്ഞാട്ട് ദൈവം ഇതിനകത്തൊരു മറുപടി പറയോ. ഇന്ന് പകൽക്കാലം മറുപടി പറയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിന്റെ മുമ്പാകെ ഉയർത്തി കാട്ടുന്നത്. ഇന്ന് പകൽക്കാലം തിരിഞ്ഞു നോക്ക്. ജീവിതത്തിൽ എത്രയോ വൈഷമ്യങ്ങളും വൈതരണികളും കടന്നു വന്നോ. പലരും കൈമലർത്തി മറുപടി പറയാതെ കടന്നുപോയ ദിനരാത്രങ്ങൾ കടന്നു വന്നപ്പോഴോ നിന്റെ അരുമനാഥൻ നിന്നോട് മുഖം മറച്ചില്ല. അവൻ നിന്നോട് വായ് തുറന്ന് മറുപടി പറഞ്ഞോ. അവൻ ഉത്തരം പറഞ്ഞോ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, എനിക്ക് ഉത്തരം പറയുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കണ്ണുനീരിന് മറുപടി പറയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അനുഭവിച്ച അന്യായത്തിന് മറുപടി പറയുന്ന ഒരു ദൈവമുണ്ട്. എനിക്കെതിരെ മനുഷ്യൻ ചെയ്യുന്ന സകലത്തിൻ്റെയും നടുവിൽ, എൻ്റെ ആശങ്കകളുടെ നടുവിൽ മറുപടി പറയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി മനുഷ്യന് തോന്നുന്നെങ്കിൽ ആ ചോദ്യചിഹ്നത്തിൻ്റെ അപ്പുറം ദൈവത്തിനൊരു മറുപടി എഴുതാൻ കഴിയോ. നിന്റെ തലമുറകളുടെ വിഷയം ഒരു ചോദ്യചിഹ്നമായോ, അതിൻ്റെ താഴെ ഒരു മറുപടി എഴുതാൻ ദൈവത്തിന് കഴിയോ. നിന്റെ ജീവിതത്തിൽ സംഭവിച്ച പലതിനോ നിനക്കൊരു മറുപടി പറയാനില്ലയോ. യേശു അതിന് ഉത്തരം പറഞ്ഞു. ഇന്ന് പകൽ വിളിച്ചു പറയുകയാണ്, ഉത്തരം പറയുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. യേശു ഉത്തരം പറഞ്ഞു. എന്താണ് യേശു പറഞ്ഞ ഉത്തരം? അതാണ് ഇന്ന് പകൽക്കാലം ധ്യാനിക്കുന്നത്. യേശു അവിടെ ഒരു ഉത്തരം പറയുകയാണ്. ഇന്ന് പകൽ യേശു നിന്റെ വിഷയത്തിൽ ഒരു ഉത്തരം പറയുകയാണ്. ഇന്ന് പകൽ യേശു നിന്റെ വിഷയത്തിൽ ഒരു മറുപടി പറയുകയാണ്. നിന്റെ തലമുറകളുടെ വിഷയത്തിൽ, നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ യേശു ഒരു മറുപടി പറയുകയാണ്. ഇന്ന് പകൽ കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം കൊണ്ട് എൻ്റെ കർത്താവ് എൻ്റെ വിഷയത്തിൽ മറുപടി പറയാൻ പോവുകയാണ്. ആമേൻ. കർമ്മേലിന്റെ കൊടുമുടിയിൽ തീ കൊണ്ട് ഉത്തരമരുളിയ ദൈവ, ചെങ്കടലിന്റെ തീരത്ത് മഹാത്ഭുതം കൊണ്ട് ഉത്തരമരുളിയ ദൈവ, എരിഹോവിന്റെ വൻമതിലിൽ ദൈവത്തിന്റെ ഭൂകമ്പം കൊണ്ട് മറുപടി അരുളിയ ദൈവ, പെന്തക്കോസ്ത് ദിനത്തിൽ മാളിക മുറിയിൽ അഗ്നിനാവുകൾ കൊണ്ട് മറുപടി നൽകിയ ദൈവ, ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് മറുപടി നൽകിയ ദൈവ, മേഘത്തിന്റെ മറവിൽ നിന്ന് മറുപടി നൽകുന്ന ദൈവ, വിരിയപ്പെട്ട ചിറകുകളുടെ നടുവിൽ തുറക്കപ്പെട്ട സ്വർഗ തേജസ്സിന്റെ നടുവിൽ കൃപാസനത്തിൽ നിന്ന് നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ നിന്ന് മറുപടി പറയുന്ന ദൈവ, ഇന്ന് പകൽ നിന്റെ വിഷയങ്ങളിൽ മറുപടി പറയുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ മറുപടികൾ വെളിപ്പെട്ടു വരാം. ഈ കൺവെൻഷനിൽ നീ കടന്നു വന്നിട്ട് തിരികെ എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയാ, എൻ്റെ അപ്പന്റെ മറുപടിയുമായി ഞാൻ മടങ്ങിപ്പോകാം. ഇന്ന് പകൽ ദൈവം നിന്റെ വിഷയത്തിന് മറുപടി പറയുന്ന പകലാണ്. വിശ്വസിക്കുക, ദൈവം എനിക്ക് മറുപടി പറയുന്ന പകലാണ്. എന്താണ് യേശു കർത്താവ് ഇവിടെ മറുപടി പറയുന്നത്? യേശു കർത്താവ് ഇവിടെ മറുപടി പറയുന്നത് ഇതാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. എന്താണ് ഇത് പറയുവാനുള്ള സാഹചര്യമെന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ, അതിൻ്റെ 13-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ, യേശു കർത്താവും ശിഷ്യഗണവും ഫിലിപ്പിന്റെ കൈസരിയയിലെത്തി. അത് റോമിനോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. ഫിലിപ്പിന്റെ കൈസരിയയിലെത്തിയിരിക്കുന്ന സ്തോത്രം. അന്ന് റോമ ഭരിക്കുന്നത് സീസറുമാരാണ്. ഈ സീസറുമാരുടെ മലയാള ഭാഗമാണ് കൈസർ. അപ്പോൾ കൈസർ ഭരിക്കുന്ന സ്ഥലങ്ങളെ പറയുന്ന പേരാണ് കൈസര്യ എന്ന് പറയുക. ആകയാൽ സീസർ ഭരിക്കുന്ന ഒരു ഫിലിപ്പിന്റെ സീസർ, കൈസര്യ എന്ന് പറഞ്ഞാൽ സ്തോത്ര, അവിടുത്തെ ഗവർണർ ഫിലിപ്പാണ്. ആ രാഷ്ട്രം, ആ സാമ്രാജ്യം കൈസറിൻ്റെതാണ്. അവിടുത്തെ ഗവർണർ ഫിലിപ്പാണ്. ആകയാൽ ഫിലിപ്പിന്റെ കൈസര്യയിൽ എത്തിയപ്പോൾ യേശു ശിഷ്യന്മാരുടെ അടുക്കൽ ഒരു ചോദ്യം ചോദിച്ചോ. ആട്ടെ, ജനമെല്ലാം എന്നെ ആരെന്നാണ് പറയുന്നത്? നാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചോ. ശിഷ്യന്മാർ ആവേശത്തോടെ ഉത്തരം പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഞങ്ങൾ പുതുപ്പള്ളി നിന്നപ്പോ നീ യോഹന്നാൻ സ്നാപകനാണെന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങൾ കോട്ടയത്ത് നിന്നപ്പോ നീ ഏലിയാവാണെന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങൾ മണർകാട്ട് നിന്നപ്പോൾ നീ വരുവാനുള്ള വേറെ ഏതോ പ്രവാചകനാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ എറണാകുളത്തൊക്കെ കേട്ടത് വേറെയാ, നീ യെരമ്യാവാണെന്ന്. അങ്ങനെ നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ ശിഷ്യന്മാർക്കെല്ലാം ഭയങ്കര ആവേശമായിരുന്നു പറയാൻ. നാട്ടുകാർ പറഞ്ഞു കേൾക്കുന്നത് പറയാൻ ആവേശമായിരുന്നു. യേശു കർത്താവ് കേട്ട് തലകുലുക്കിയിട്ട് ചോദിച്ചോ, ആട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന്? യേശു കർത്താവിന്റെ കൂടെ നിന്ന് ശിഷ്യന്മാരാരും മറുപടി പറഞ്ഞില്ല. ഇന്ന് പകലൊരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാം. നാട്ടുകാർക്ക് പലതും പറയാൻ കാണാം, പക്ഷേ യേശു കർത്താവിന് അതല്ല അറിയേണ്ടത്. നിനക്കെന്താണ് പറയാനുള്ളതെന്ന് അറിയേണ്ടത്. യേശുവിന്റെ ശിഷ്യന്മാർ മിണ്ടാതെ
കഴിയാതിരിക്കുമ്പോൾ അരിമശിഷ്യനായ പത്രോസ് ചാടിക്കേറി മറുപടി പറഞ്ഞു. പത്രോസ് ചാടിക്കേറി മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നാട്ടുകാർ പലരും പറയുക നീ ബേത്ലഹേമിലെ യോസഫിന്റെ മകനാണെന്ന്. നീ പള്ളിയിൽ പ്രഭാഷിച്ചപ്പോൾ പലരും പറഞ്ഞു ഇവൻ തച്ചന്റെ മകനല്ലേ എന്ന്, ഇവന്റെ അമ്മ മറിയല്ലേ എന്ന്. പക്ഷേ ഞാൻ നിന്നെ പിൻപറ്റിയത് നീ മറിയത്തിന്റെ മകനായതുകൊണ്ടല്ല. ഞാൻ നിന്നെ പിൻപറ്റിയത് നീ യോസഫിന്റെ കുടുംബത്തിൽപ്പെട്ടവനായിട്ടല്ല. ഞാൻ നിന്നെ പിൻപറ്റിയത് നീ എൻ്റെ പടക് നിറച്ച്, നീ എൻ്റെ വല നിറച്ച് മീൻ തന്നിട്ടില്ല. പകരം ഞാൻ നിന്നിൽ ഒരു ശക്തിയെ കണ്ടോ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. അതാണ് എന്നെ നിങ്കലേക്ക് അടുപ്പിച്ച വിഷയം. യോഹന്നാനും യാക്കോബും യേശുവിനെ അനുഗമിച്ചതിൻ്റെ അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുകയാണ്, യോഹന്നാനും യാക്കോബും യേശുവിനെ അന്വേഷിച്ചതിൻ്റെ കാര്യം അന്വേഷിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയാം, യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും അമ്മ യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയാണ്. അപ്പോൾ വേണമെങ്കിൽ പറയാം ഞങ്ങൾ കുടുംബക്കാരായതുകൊണ്ട് അനുഗമിച്ചതാണെന്ന് പറയാം. ഇനി മറ്റു ചില ശിഷ്യന്മാരുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സ്തോത്ര, അന്ത്രയാസ് തുടങ്ങിയവരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവർ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് കേട്ടിട്ട് യോഹന്നാനെ വിട്ട് അനുഗമിച്ചതാണ്. അവരെന്താണ് യേശുവിനെ അനുഗമിച്ചതെന്ന് ചോദിച്ചാൽ അവർക്ക് ലഭിച്ച പരിജ്ഞാനം അവർക്കൊരാൾ കാണിച്ചു കൊടുത്തു. ഇവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. അതുകൊണ്ടാണ് അവർ യേശുവിനെ അനുഗമിച്ചത്. പക്ഷെ പത്രോസിന്റെ അടുക്ക ഞാൻ ചെന്ന് ചോദിക്കുക, പത്രോസ് താങ്കൾ എന്തുകൊണ്ടാണ് യേശുവിനെ അനുഗമിച്ചത്? പത്രോസ് പറയുക, ഒരു ദിവസം രാത്രി മുഴുവൻ വല വീശിയിട്ട് പടകിലൊന്നും കയറാതെ, വലയിലൊന്നും കിട്ടാതെ, പിറ്റേന്ന് കാലത്ത് ക്ഷീണിത ശരീരവുമായി മടുത്ത മനസ്സുമായി ഞാൻ ആ കടലോരത്തിരുന്ന് എൻ്റെ വല നന്നാക്കി ചുരുട്ടിക്കെട്ടി പടക് തീരെ തടുപ്പിക്കുന്ന സമയത്ത് ഒരുവൻ എൻ്റെ അരികത്ത് വന്നു. അവൻ എൻ്റെ അടുക്ക പറഞ്ഞു, പടകങ്ങോട്ട് നീക്കിയിട്, ഞാനതിലൊന്ന് കയറട്ടെ എന്ന്. അതിൽ കയറി അവൻ നിന്നങ്ങോട്ട് പ്രഭാഷിച്ചു. അവൻ്റെ വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം കത്തി. അവൻ്റെ സുവിശേഷം ഇന്നുവരെ ഉലകത്തിൽ ആരും പറഞ്ഞതായിരുന്നില്ല. അവൻ്റെ പ്രമാണങ്ങൾ എൻ്റെ മനസ്സിനെ കോരിത്തരിപ്പിച്ചു. അങ്ങനെ ഞാനത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവൻ പ്രഭാഷണം അവസാനിപ്പിച്ചിട്ട് അവൻ പ്രസംഗം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയില്ല. പകരം പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചോ, മോനെ, നീ രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലേ? നീ ഇങ്ങനെ വീട്ടിൽ പോയാൽ നിന്റെ കാര്യം എങ്ങനാ? നിന്റെ കുടുംബം പട്ടിണിയാവത്തില്ലേ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ വീണ്ടും ഒന്നും കൂടെ പോയി വല വീശ്. പത്രോസ് ആശങ്കയോടെ നോക്കി. സാധാരണ രാത്രിയിൽ കടൽ തണുക്കുമ്പോഴാണ് മത്സ്യങ്ങൾ പൊങ്ങി വരുന്നത്. പകരം ഇവിടെ വെയിലുറയ്ക്കുന്ന സമയത്ത്, മത്സ്യങ്ങൾ ചൂടേറ്റ് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് യേശു പറയാം, നീ പോയി വീശ്. പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു ഉപദേശം, ഒരു സൂപ്പർ നാച്ചുറൽ അഡ്വൈസ് കൊടുത്തോ പത്രോസിന്. പക്ഷെങ്കിൽ യേശുവിനെ മറുതലിക്കാൻ തോന്നിയില്ല. വാക്കുകളെ കേട്ട് യേശു കടലിലേക്ക് ഇറങ്ങി. അപ്പോൾ എല്ലാവരും പടകുമായി തിരികെ വരികയാണ്. എല്ലാവരും കരയ്ക്ക് കയറുമ്പോൾ, എല്ലാവരും മടുത്ത് പുറകോട്ട് വരുമ്പോൾ പത്രോസ് മാത്രം മുമ്പോട്ടിറങ്ങുക. എന്താ പത്രോസെ കാര്യം? പത്രോസ് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, ആ പ്രഭാഷകൻ എന്നോട് പറഞ്ഞു, ഇറങ്ങിയിട്ട് സ്തോത്ര അവിടുന്ന് മീനും പിടിച്ച് കയറുമ്പോൾ കയറാൻ വയ്യ. അടുത്ത പടകുകാരും വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പത്രോസിനൊരു കാര്യം മനസ്സിലായി, പ്രകൃതിയുടെ നിയമങ്ങൾക്കപ്പുറമായി എനിക്കൊരു വഴി തുറക്കാൻ കഴിയുമെങ്കിൽ ഇവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്. പത്രോസ് വിളിച്ചു പറഞ്ഞു യേശുവിന്റെ അടുക്കൽ, യേശുവേ, നീ ഏതെങ്കിലും യോസഫിന്റെ മകനെന്നല്ല, പകരം എനിക്ക് നിന്നെ കുറിച്ചൊരു വെളിപ്പാടുണ്ട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഇത് കേട്ടയുടനെ യേശു സ്നേഹാർദ്രമായിട്ട് പത്രോസിന്റെ അടുക്കൽ തിരികെ പറഞ്ഞു, പത്രോസ്, ശിമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഇത്രയും നേരം യെരമ്യാവ്, ഏലിയാവ്, യോഹന്നാൻ സ്നാപകൻ ഇതൊക്കെ പറഞ്ഞത് ജഡരക്തങ്ങൾ പറഞ്ഞ നാട്ടിലും വീട്ടിലും പറഞ്ഞു കേട്ടതാണ്. പക്ഷെ ഇവിടെ പത്രോസ് പറയുന്നത് നാട്ടിലും വീട്ടിലും പറഞ്ഞു കേട്ട കാര്യമല്ല, പകരം ജഡരക്തങ്ങൾക്കപ്പുറമായ ഒരു വെളിപ്പാട് തനിക്ക് ലഭിച്ചോ. താൻ പറഞ്ഞു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവാണ് നീ. യേശുവിനോട് മറുപടി പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ ദൈവപിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസിന് എന്തുണ്ടായി? പത്രോസിന് യേശുവിനെ കുറിച്ചൊരു വെളിപ്പാടുണ്ടായി. പത്രോസിന് യേശുവിനെ കുറിച്ചൊരു വെളിപ്പാടുണ്ടായി കഴിഞ്ഞുടനെ യേശു കർത്താവ് പത്രോസിനോട് രണ്ടാമത്തെ വെളിപ്പാട് പറയുക. ഒന്ന്, യേശു ആരാണെന്നൊരു വെളിപ്പാട് പത്രോസിന് ലഭിച്ചോ.
അത് കഴിഞ്ഞപ്പോൾ യേശു വെളിപ്പാടിന്റെ രണ്ടാമത്തെ തലം തുറന്നു കൊടുക്കുകയാ. ബർയോന ശിമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. എന്നിട്ട് അടുത്തത് പറയുകയാണ്, നീ പത്രോസാകുന്നോ, നീ പത്രോസാകുന്നോ. യേശുവിനെ കുറിച്ച് വെളിപ്പാടുള്ളവന് രണ്ടാമത് എന്തുണ്ടാകുമെന്നറിയാമോ? അവനെ കുറിച്ചൊരു വെളിപ്പാടുണ്ടാകുക. ഇന്ന് വരെ എല്ലാവരും നിന്നോട് നോക്കി പറഞ്ഞത് യോഹന്നാന്റെ മകനായ ശിമോനെ എന്നാ പറഞ്ഞത്. പക്ഷെ ഇനി മുതൽ നീ ആരാണെന്നറിയാമോ? നീ പത്രോസാണ്, ഉറപ്പുള്ളൊരു മനുഷ്യനാണ്. യേശുവിനെ കുറിച്ച് വെളിപ്പാടുള്ളവന് തന്നെ കുറിച്ച് തന്നെ ഒരു വെളിപ്പാടുണ്ടാകുക. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിനെ അറിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്നെ കുറിച്ചൊരു അറിവുണ്ടാകുക. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ, ഞാൻ ഏതിനും പോരാത്തവനാ, അയ്യോ ഞാൻ അപ്രാപ്തനാ. ഇനി നീ അത് പറയത്തില്ല. യേശുവിനെ കണ്ടവന് അവൻ ആരാണെന്നൊരു ഉറപ്പുണ്ടാകുക. യേശു അവനോട് പറഞ്ഞു, നീ പത്രോസാകുന്നോ. അവൻ ഒന്ന്, യേശുവിനെ കുറിച്ചൊരു വെളിപ്പാട് കിട്ടി. രണ്ട്, അവൻ ആരാണെന്നൊരു വെളിപ്പാട് കിട്ടി. മൂന്നാമതായി യേശു അവനോട് പറയുകയാണ്, നീ പത്രോസാകുന്നോ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ ഇതിപ്പോ ഏതിനെ കുറിച്ചുള്ള വെളിപ്പാടാ പറയുന്നത്? സഭയെ കുറിച്ചുള്ള വെളിപ്പാടാണ് പറയുന്നത്. യേശുവിനെ കുറിച്ച് വെളിപ്പാടുള്ളവന് സഭയെ കുറിച്ചൊരു വെളിപ്പാടുണ്ടായിരിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം ആവർത്തിക്കുകയാണ്. യേശുവിനെ കുറിച്ച് വെളിപ്പാടുള്ളവന് സഭയെ കുറിച്ചൊരു വെളിപ്പാടുണ്ടായിരിക്കുക. എന്താണ് സഭയെ കുറിച്ച് യേശു ഇവിടെ പറയുന്ന വെളിപ്പാട്? സഭയെ കുറിച്ച് യേശു പറയുന്ന വെളിപ്പാട് രണ്ട് മണ്ഡലമാണ്. ഒന്ന്, യേശു പറയുകയാണ്, ഇതൊരു കെട്ടുപണിയാണ്, ഇതൊരു കൺസ്ട്രക്ഷനാണ്. ഇത് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയാം. സഭയൊരു പണിപ്പുരയാണ്. ഒരു കല്ലിന്മേൽ കല്ല് വെച്ചുകൊണ്ട് ആത്മാവിനാൽ ഐകമത്യപ്പെടുത്തി അത് പണിയുകയാണ്. ദൈവസഭ എന്നുള്ളത് പൊളിച്ചു കളയുന്ന പരിപാടിയല്ല. ദൈവസഭ എന്നുള്ളത് പണിയപ്പെടുന്ന പരിപാടിയാണ്. ഒരു കുടുംബത്തെ പൊളിക്കുന്നതല്ല ദൈവസഭ, ഒരു കുടുംബത്തെ പണിതെടുക്കുന്നതാണ്. ഒരു തലമുറയെ പണിതെടുക്കുന്നതാണ്. നിന്റെ ഇടിഞ്ഞുപോയ ദാമ്പത്യത്തെ, നിന്റെ ഇടിഞ്ഞുപോയ സാമ്പത്തികത്തെ, നിന്റെ ഇടിഞ്ഞുപോയ വ്യക്തിത്വത്തെ, നിന്റെ തകർന്നുപോയ തലമുറയെ പണിതെടുക്കുന്നതാണ് ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭ ഒരു കെട്ടുപണിയാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ സഭയ്ക്കകത്ത് വിളിച്ചു ചേർക്കപ്പെട്ട ദൈവ പൈതലേ, നീ പണിയപ്പെടാ. നിന്റെ പ്രൊഫഷൻ പണിയപ്പെടാ, നിന്റെ മിനിസ്ട്രി പണിയപ്പെടാ, നിന്റെ ഭാവി പണിയപ്പെടാ, നിന്റെ തലമുറ പണിയപ്പെടാ. ദൈവ സഭ ഒരു പണിപ്പുരയാണ്. നിന്നെ പൊളിക്കാനല്ല ദൈവം വിളിച്ചത്, നിന്നെ പണിയാനാ ദൈവം വിളിച്ചത്. എൻ്റെ കർത്താവ് കുലം കൊണ്ടൊരു തൊഴിൽ കൊണ്ടൊരു തച്ചനാണ്. എന്താണ് തച്ചന്റെ പ്രവൃത്തി? അവൻ വെട്ടപ്പെട്ട മരങ്ങളെ പണിതെടുക്കുന്നവനാണ്. വെട്ടപ്പെട്ട മരങ്ങളെ, നിങ്ങളെ കുറിച്ചൊരു പ്രത്യാശയുണ്ട്. കാരണം നിങ്ങളുടെ രക്ഷകൻ ഒരു തച്ചനാണ്. ഉലകത്തിൽ നിന്ന് നീ വെട്ടപ്പെട്ടേക്കാ, നാട്ടുകാരിൽ നിന്ന് നീ വെട്ടപ്പെട്ടേക്കാ, കുടുംബത്തിൽ നിന്ന് നീ വെട്ടപ്പെട്ടേക്കാ. പക്ഷെ നിന്നെ മാന്യമാക്കി, നിന്നെ അനുഗ്രഹമാക്കി, നിന്നെ പണിതെടുക്കാൻ നിന്റെ കർത്താവിന് കഴിയുമെന്ന്, നമ്മുടെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവസഭയൊരു പണിപ്പുരയാണ്. ദൈവസഭയൊരു പണിപ്പുരയാണ്. ദൈവസഭ ഒരു പണിപ്പുരയാണ്. യേശു പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയോ, ഞാൻ എൻ്റെ സഭയെ പണിയോ. ഇന്ന് ദൈവസഭയ്ക്കകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്ന ഓരോ ദൈവമക്കളെ നോക്കി യേശു പറയുകയാണ്, ഞാൻ നിന്നെ പണിയോ. നിന്റെ അപ്പൻ നിന്നെ പണിതില്ലെങ്കിൽ, നിന്റെ അമ്മ നിന്നെ പണിതില്ലെങ്കിൽ, നിന്റെ കുടുംബക്കാർ നിന്നെ പണിതില്ലെങ്കിൽ, നിന്റെ ചാർച്ചക്കാർ നിന്നെ പണിതില്ലെങ്കിൽ, നിന്നെ പണിതെടുക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നിന്റെ രക്ഷകനായ യേശുവാണ്. ഇന്ന് പകൽ വിളിച്ചു പറ, ദൈവം എന്നെ പണിയോ. മനുഷ്യൻ വാക്കുകൊണ്ട് പൊളിച്ചേക്കാ, മനുഷ്യൻ പദ്ധതികൾ കൊണ്ട് പൊളിച്ചേക്കാ, മനുഷ്യൻ രാഷ്ട്രീയം കൊണ്ട് പൊളിച്ചേക്കാ, മനുഷ്യൻ പണം കൊണ്ട് പൊളിച്ചേക്കാ. പക്ഷേ മനുഷ്യൻ പൊളിച്ചതിനപ്പുറം നിന്നെ പണിതെടുക്കാൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇന്ന് പകൽ തകർന്ന മണ്ഡലങ്ങളെ നോക്കി പറ, ഞാൻ ഇങ്ങനെ അവസാനിക്കത്തില്ല, എന്നെ പണിയുന്ന ഒരു ദൈവമുണ്ട്. നീ പൊളിയപ്പെട്ട മേഖലയെ നോക്കി പറ, എന്നെ പണിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. യെസ്, നിന്നെ തകർത്ത മേഖലകളെ നോക്കി പറ, എന്നെ പണിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. യെസ്, നിന്റെ വിദ്യാഭ്യാസം തകർത്തോ, നിന്റെ ഉദ്യോഗം തകർത്തോ, നിന്റെ കുടുംബജീവിതം തകർത്തോ, നീ എവിടെ തകർക്കപ്പെട്ടുവോ, ഇന്ന് പകൽ അതിന്റെ നടുവിൽ നിന്ന് പറ, എനിക്കൊരു കർത്താവുണ്ട്, എന്നെ പണിതെടുക്കുന്ന ഒരു കർത്താവ്. ജീസസ്
ജീവിതത്തിന്റെ നിരാശയുടെ വേളകളിൽ ദൈവം യെരമ്യാവിന്റെ അടുക്ക പറഞ്ഞു, യെരമ്യാവ്, നീ ഇവിടെ ഇരുന്ന് പലതാലോചിക്കാതെ നീ എഴുന്നേറ്റ് കൂശാവന്റെ വീട്ടിലേക്ക് പോ. നീ എഴുന്നേറ്റ് കൂശാവന്റെ വീട്ടിലേക്ക് പോ. ഞാൻ നിനക്ക് അവിടെ ഒരു കാര്യം കാണിച്ചു തരാം. അവിടെ ചവിട്ടി കുഴയ്ക്കപ്പെട്ട കളിമണ്ണ് ഒരു മാനപാത്രമായി തീരുന്നത് ഞാൻ കാണിച്ചു തരാം. എന്തിനാ നീ വിഷാദപ്പെടുന്നത്? മനുഷ്യൻ ചവിട്ടി കുഴച്ച ഇടത്തുനിന്ന് നിന്നെ മാനപാത്രമായി പണിതെടുക്കുന്ന ഒരു മൂശ നീ ഇന്ന് എന്നിൽ കാണോ. ഇന്ന് പകൽക്കാലം നിന്റെ ദൈവം നിന്നെ പൊളിക്കുന്നവനല്ല, നിന്റെ ദൈവം നിന്നെ പണിയുന്നവനാണ്. ശത്രു പൊളിച്ച സകല മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽ ഞങ്ങൾ അഭിഷേകത്തെ കൽപ്പിക്കുകയാണ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് കർത്താവ് മൂലക്കല്ലാക്കി മാറ്റുകയാ. ഇന്ന് പകൽക്കാല തള്ളപ്പെട്ട കല്ലുകളെ കർത്താവ് ചേർക്കുകയാ. ജീവനുള്ള കല്ലായിരിക്കുന്ന ക്രിസ്തുവിന്റെ അടുക്കലേക്ക്, ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലിന്റെ അടുക്കലേക്ക് കടന്നു വന്ന നിന്നോട് പരിശുദ്ധ ഇന്ന് പറയുകയാണ്, നിന്നെ കല്ലിന്മേൽ കല്ല് വെച്ച് പണിയോ, നിന്നെ കല്ലിന്മേൽ കല്ല് വെച്ച് പണിയോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഭയങ്കരമായി ദൂത് പറയുന്നു, നിന്നെ കല്ലിന്മേൽ കല്ല് വെച്ച് പണിയോ. ജീസസ്. പക്ഷെ ചോദ്യം വേറെയാ. പണിയും, പക്ഷെ എന്തോ വെച്ച് പണിയോ? ആര് പണിയോ? എന്തോ വെച്ച് പണിയോ? പണിയാൻ വല്ലോ സാധനമുണ്ടോ? അതാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായം അവസാനിക്കുമ്പോൾ പറയുകയാണ്, അവൻ ആത്മാവിനാൽ ഒന്നിച്ചു പണിയുന്നു. നിന്നെ പണിതെടുക്കാൻ പണവും വേണ്ട, നിന്നെ പണിതെടുക്കാൻ ഒരു പ്രതാപവും വേണ്ട, നിന്നെ പണിതെടുക്കാൻ ഒരു സാധനവും വേണ്ട. എൻ്റെ സാധാരണ ഭാഷ പറയാ, നിന്നെ പണിതെടുക്കാൻ ഒരു കുന്തവും വേണ്ട. പകരം നിന്നെ പണിതെടുക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ അഭിഷേകം മതി. ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മശക്തിയെ വിളിച്ചു പറ, ഇതെന്നെ പണിയുന്നതാണ്. ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ വിളിച്ചു പറ, ഇതെന്നെ പണിയുന്നതാണ്. നിന്നെ പണിയുന്നത് പണമല്ല, നിന്നെ പണിയുന്നത് രാഷ്ട്രീയമല്ല, നിന്നെ പണിയുന്നത് മതമല്ല, നിന്നെ പണിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇന്ന് പകൽ അഭിഷേകത്തിന് കൊതിക്ക്, ആത്മസാന്നിധ്യത്തിന് കൊതിക്ക്, പരിശുദ്ധാത്മാവിന് കൊതിക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നിന്നെ പണിയുന്നതാണ്. ജീസസ്. അങ്ങനെ ദൈവസഭയെ കുറിച്ച് പറഞ്ഞിട്ട് ദൈവസഭയുടെ രണ്ട് മർമ്മങ്ങളാണ് യേശുവിടെ പറയുന്നത്. ഒന്ന്, ദൈവസഭ പണിയപ്പെടേണ്ടതാണ്. രണ്ട്, ദൈവസഭ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ദൈവസഭ ഒരു യുദ്ധക്കളത്തിലാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ യൗവനക്കാർ കുഞ്ഞുങ്ങളോടൊക്കെ ഞാനൊന്ന് പറയട്ടെ, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരും. പക്ഷേ അതൊരു ബലഹീനതയായി നിങ്ങൾ കരുതരുത്, അതൊരു പ്രലോഭനമായി നിങ്ങൾ കരുതരുത്. പാപത്തെ റോമാലേഖനത്തിൽ അടിമത്തമെന്നാണ് പറയുന്നത്, പാപത്തെ എഫെസ്യ ലേഖനത്തിൽ മരണമെന്നാണ് പറയുന്നത്. പക്ഷേ എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുകയാണ്, പാപവും നിങ്ങളും തമ്മിൽ ഒരു ബലഹീനത എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ചെയ്യേണ്ടത്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ചിന്തകളോടും മനസ്സുകളോടും ഇന്ദ്രിയങ്ങളോടും പാപം പോരടിക്കുക. അത് സോഷ്യൽ മീഡിയ വഴി, ആധുനിക ഉപകരണങ്ങൾ വഴി മനുഷ്യനോട് പാപം പോരടിക്കുക. പക്ഷേ ഇന്ന് പകൽ എൻ്റെ ദൈവമക്കളെ, അതൊരു ആസക്തിയായി നിങ്ങൾ ചിന്തിക്കരുത്, അതൊരു പോരാട്ടമായി കരുതണം. മദ്യം ഒരു മോഹവസ്തുവായി കരുതരുത്. ആമേ. കാമം ഒരു മോഹവസ്തുവായി കരുതരുത്. കോപം ഒരു മോഹവസ്തുവായി കരുതരുത്. അത് പിശാചിൻ്റെ ആയുധങ്ങൾ, അത് പിശാചിൻ്റെ ചതിക്കുഴികളായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ദൈവപൈതൽ ആത്മമണ്ഡലത്തിൽ അതിനെ കാണുന്നവനായിരിക്കണം. ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ നീ വിഷയങ്ങളെ കാണുവാൻ തുടങ്ങിയാൽ പൈശാചിക ബലങ്ങൾ നിന്റെ മുമ്പാകെ മുട്ടുമടക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയുക. എന്നിട്ട് അടുത്തതായിട്ട് യേശു പറയുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. യെസ്, ഇന്ന് പകൽക്കാല കർത്താവ് ഇതിനകത്ത് ചിലർക്ക് നൽകി തരികയാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഇന്ന് പകൽ ദൈവം ചിലർക്ക് നൽകുകയാ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നൽകുകയാ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നൽകുകയാ. ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവമക്കളോട് ചോദിക്കട്ടെ,
നിങ്ങളുടെ ഏറ്റവും നിസ്സാരമായ വിളത്തി ചോദിക്കുക, നിങ്ങളുടെ വീടിൻ്റെ താക്കോൽ, നിങ്ങളുടെ വീടിൻ്റെ താക്കോൽ ആരുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കോ? നിങ്ങളുടെ വീടിൻ്റെ താക്കോൽ ആരുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കോ? രണ്ട് പേരുടെ കയ്യിൽ നിങ്ങളുടെ വീടിൻ്റെ താക്കോൽ കൊടുക്കത്തുള്ളൂ. ഒന്നുകിൽ ആ വീടിന് അവകാശമുള്ളവനായിരിക്കണോ. നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ വീടിന് അവകാശമുള്ളവർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യോ? നിങ്ങൾ ആ താക്കോല് കൊടുക്കുക. അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നുവെന്ന് യേശു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നീ സ്വർഗരാജ്യത്തിനൊരു അവകാശിയാണ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം ദൈവമൈതലേ. യേശു കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലെടുത്ത് നിന്റെ കൈവശം തരുമ്പോൾ യേശു കർത്താവ് നിന്നോട് പറയുക, നിന്റെ അവകാശ സ്വർഗത്തിലാണ്. അതേ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. 2, താക്കോൽ നൽകുക എന്ന് വെച്ചാൽ, 1 അവകാശമുള്ളവനെ കൊടുക്കത്തുള്ളൂ. എന്നാൽ അവകാശമുള്ളത് കൊണ്ട് മാത്രം താക്കോൽ കൊടുക്കത്തില്ല. നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ അവകാശമുണ്ട്, പക്ഷേ അവന് താക്കോൽ കൊടുക്കുമോ? നിങ്ങൾ കൊടുക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ വാഹനത്തിൻ്റെ താക്കോൽ ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുക. പക്ഷേ നിങ്ങൾക്ക് എന്തുണ്ടാകണം? ആ വ്യക്തിയെ ഒരു വിശ്വാസം ഉണ്ടാകണം. അപ്പം ആരുടെ കയ്യിലാണ് താക്കോൽ കൊടുക്കുന്നത്? 1 അവകാശമുള്ളവൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കുക. 2 വിശ്വാസമുള്ളവൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവം നിന്റെ കയ്യിൽ താക്കോല് തരുന്നത് 1 നീ അവകാശിയാണെന്ന് പറയാനാ. 2 ദൈവം നിന്റെ കയ്യിൽ താക്കോല് തരുന്നതിൻ്റെ മർമ്മം എന്താണെന്നറിയാമോ? സ്തോത്ര, ദൈവത്തിന് നിന്നെ ഒരു വിശ്വാസമുള്ളത് കൊണ്ട്. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, ദൈവത്തിന് നിന്നെ ഒരു വിശ്വാസമുണ്ട്. ഒരു പരമാർത്ഥം ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ തിയോളജിയൻസിന് എത്രത്തോളം ദഹിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് എന്നെ വിശ്വാസമാ. അതല്ലേ സത്യ? ഹല്ലേലൂയ. ദൈവം ഇത്രയും നല്ലവനായിട്ട് എനിക്ക് പലപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ ഇത്രയും മരമണ്ടനായിട്ട് എൻ്റെ ദൈവത്തിന് എന്നിലങ്ങ് വിശ്വാസമാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാല നിന്റെ ജീവിത പങ്കാളി നിന്നെ സംശയിച്ചെടുത്തോ, നിന്റെ മാതാപിതാക്കൾ നിന്നെ സംശയിച്ചെടുത്തോ, നിന്റെ സ്നേഹിതർ നിന്നെ സംശയിച്ചെടുത്തോ, നിന്നെ വിശ്വസിക്കുന്ന ഒരുത്തനുണ്ട്, അവനാണ് നിന്റെ യേശു. അവൻ ഒരിക്കലും നിന്നെ സംശയിക്കത്തില്ല. അവന് നിന്നെ ട്രസ്റ്റാണ്, അവന് നിന്നെ വിശ്വാസമാണ്. അവന് വിശ്വാസമില്ലെങ്കിൽ രാത്രിയുടെ 4-ാം യാമത്തിൽ നിന്റെ കിടക്കരികെ അവൻ വരുമോ? നിന്നെ വിശ്വാസമില്ലെങ്കിൽ നിന്റെ കൂരിരുൾ താഴ്വരയിൽ അവൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരുമോ? നിന്നെ വിശ്വാസമില്ലെങ്കിൽ എല്ലാവരും തള്ളിക്കളഞ്ഞ വേളകളിൽ അവൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരുമോ? അവന് നിന്നെ വിശ്വാസമാണ്. ഇന്ന് പകൽ വിളിച്ചു പറ, എന്നെ വിശ്വസിക്കുന്ന ഒരുത്തനുണ്ട്. അതെൻ്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ അതെൻ്റെ സഹോദരന് സഹോദരി അല്ലെങ്കിൽ എനിക്ക് വിഷമമില്ല. അവരെക്കാട്ടിൽ ഉപരിയായി എന്നെ വിശ്വസിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ ദൈവം എന്നെ വിശ്വസിക്കുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് യേശു പറയുകയാണ്. ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നൽകിയാൽ എന്താണ് പ്രത്യേകത? അവിടെയാണ് നമ്മുടെ ദൂത് ആരംഭിക്കുന്നത്. യേശു പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ലഭിച്ചാൽ എന്താണ് അതിന് അനന്തരമായി സംഭവിക്കുന്നത്? മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കോ, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയോ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ മറ്റൊരു ഇംഗ്ലീഷ് വെർഷനിലേക്ക് കടന്നു വന്നപ്പോൾ ആ വാക്യത്തെ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, ഐ വിൽ ഗീവ് യു ദ കീസ് ഓഫ് ഹെവൻസ് കിങ്ഡം. അടുത്തതായിട്ട് പറയുകയാണ്, to forbid on earth that which are forbidden in heaven and to release on earth that which is released in heaven. എന്ന് പറഞ്ഞാൽ സ്തോത്ര, സ്വർഗത്തിൽ എന്തൊക്കെ നിഷിദ്ധമായിരിക്കുന്നുവോ ആ വിഷയങ്ങളൊക്കെ ഭൂമിയിൽ നിഷിദ്ധമാക്കുവാൻ, സ്വർഗത്തിൽ എന്തൊക്കെ തുറക്കപ്പെട്ട് സ്വർഗത്തിൽ എന്തൊക്കെ ഉദാരമായി നൽകപ്പെട്ടിരിക്കുന്നോ ആ വിഷയങ്ങളെല്ലാം ഭൂമിയിൽ ഉദാരമാക്കുവാനും വേണ്ടിയാണ് ദൈവം സ്വർഗത്തിന്റെ താക്കോൽ നിനക്ക് നൽകിയിരിക്കുന്നത്. To forbid on earth that which are forbidden in heaven and to release on earth that which are released in heaven. സ്വർഗത്തിൽ എന്തൊക്കെ ഫോർബിഡൻ ആണോ അതൊക്കെ ഭൂമിയിലും ഫോർബിഡ് ചെയ്യണം. സ്വർഗത്തിൽ എന്തൊക്കെ റിലീസ്ഡ് ആണോ അതൊക്കെ ഭൂമിയിലോ റിലീസാക്കണം. അതിനുവേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ തരുന്നത്. അതിനെ കുറച്ച് സിമ്പിളായിട്ടൊന്ന് പറയാം.
സ്വർഗത്തിൽ ഇല്ലാത്തതൊന്നും ഭൂമിയിലും വേണ്ട. അതിനാണ് ദൈവം താക്കോല് തരുന്നത്. സ്വർഗത്തിൽ ഇല്ലാത്തത് എന്തൊക്കെയാ? സ്വർഗത്തിൽ ഇല്ലാത്ത 2-3 കൂട്ടം കാര്യങ്ങൾ പറയാ. സ്വർഗത്തിൽ കരച്ചിലില്ല, സ്വർഗത്തിൽ പല്ലുകടിയില്ല, സ്വർഗത്തിൽ അസൂയയില്ല, സ്വർഗത്തിൽ ദുർമരണങ്ങളില്ല, സ്വർഗത്തിൽ ശാപമില്ല, സ്വർഗത്തിൽ ഇരുട്ടില്ല, സ്വർഗത്തിൽ നിരാശയില്ല. അപ്പൊ കർത്താവ് പറയടാ, എൻ്റെ താക്കോല് നിന്റെ കയ്യിൽ തരിക. എന്തിനാണെന്നറിയാവോ? സ്വർഗത്തിൽ ഇല്ലാത്ത സാധനമൊന്നും നിന്റെ വീട്ടിലും വേണ്ട. സ്വർഗത്തിൽ സണ്ടയും കലഹവും ഇല്ല, അതുകൊണ്ട് നിന്റെ വീട്ടിലും ഇനി അത് വേണ്ട. സ്വർഗത്തിൽ നെഞ്ചത്തടി നിലവിളി ഇല്ല, അതുകൊണ്ട് നിന്റെ വീട്ടിലും ഇനി അത് വേണ്ട. സ്വർഗത്തിൽ ക്യാൻസറും ട്യൂമറും ഇല്ല, അതുകൊണ്ട് നിന്റെ വീട്ടിലും ഇനി അത് വേണ്ട. സ്വർഗത്തിൽ കടബാധ്യതയും ഞെരുക്കോ ഇല്ല, അതുകൊണ്ട് നിന്റെ വീട്ടിലും അത് വേണ്ട. പിന്നെ സ്വർഗത്തിൽ എന്തോ ഉണ്ട്? ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം നീതിയുടെ രാജ്യമാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ നീതീകരിക്കപ്പെട്ടവനായിരിക്കണം. സ്തോത്ര. സ്വർഗരാജ്യം സമാധാനപൂർണ്ണമാണ്. ആകയാൽ നിന്റെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? സമാധാനമുണ്ടായിരിക്കണം. സ്വർഗം എന്തിൻ്റെ സന്തോഷമാണ്? കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. ആകയാൽ നിന്റെ ജീവിതത്തിൽ എന്തുണ്ടാകണം? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷ ആനന്ദമുണ്ടാകണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിത്യ പ്രമോദങ്ങളുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നൽകി അവൻ എന്തു സംഭവിക്കുക? സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആയിത്തീരുക. അതുകൊണ്ടാണ് യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിപ്പിച്ചത്? സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന ഞങ്ങളുടെ പിതാവേ, നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ടു അക്കംപ്ലിഷ് ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ഇൻ എർത്ത്. ദൈവത്തിൻ്റെ പരമപ്രധാനം, ദൈവത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന തിരുഹിഷ്ട ഭൂമിയിൽ നിറവേറണം. ദൈവത്തിൻ്റെ ഇഷ്ടം അതുപോലെ എൻ്റെ കുടുംബത്തിൽ നിറവേറണം. അതിനാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ദൈവം എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ തരുന്നത്. അതിനെ ഞാൻ കുറച്ചും കൂടെ ചുരുക്കി പറയാം, മനസ്സിലാകുന്ന ഭാഷയിൽ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിന്റെ കയ്യിൽ വന്നാൽ പിന്നെ നാട്ടുകാർ ചിന്തിക്കുന്നത് പോലെ നിന്റെ വീട്ടിൽ നടക്കത്തില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിന്റെ കയ്യിൽ വന്നാൽ പിന്നെ പിശാചിൻ്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിന്റെ കൈവശം വന്നു കഴിഞ്ഞാൽ പിന്നെ ആഭിചാരകനും മന്ത്രവാദിയും കണക്ക് കൂട്ടുന്നത് നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. നിന്നെ തകർക്കണമെന്ന് അവൻ ആശിച്ചേക്കാം, പക്ഷേ അവൻ്റെ ആശ നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. നിന്റെ തലമുറകളെ മുടിക്കണമെന്ന് അവൻ ആശിച്ചേക്കാം, പക്ഷേ അവൻ്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. പകരം നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ താക്കോൽ ഇരിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ തിരുവിഷ്ടമേ നടക്കത്തുള്ളൂ. ആകയാൽ ഇന്ന് പകൽക്കാല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുമായി ഇവിടെ നിന്ന് മടങ്ങിപ്പോ. അപ്പോഴെന്തേ സംഭവിക്കത്തുള്ളൂ? ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ ഭൂമിയിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ചോദിക്കുക, എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? നമ്മുടെ ജീവിതത്തിലൊക്കെ, പ്രത്യേകിച്ച് പാരമ്പര്യ പെന്തക്കോസ്ത് സമൂഹങ്ങളിലൊക്കെ ഏറ്റവും ഹീനമാക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഗതി ഏതാണെന്ന് ചോദിച്ചാൽ ദൈവേഷ്ടമാണ്. ലോകത്തിലെ ഏറ്റവും ദോഷം പിടിച്ച ഒരു സാധനം ഏതാണെന്ന് അറിയാമോ? അത് ദൈവേഷ്ടമാണ്. ഒരു കൊച്ചു പരീക്ഷയ്ക്ക് പോയി, അമ്മ പ്രാർത്ഥിച്ചു വിട്ടോ. പരീക്ഷയ്ക്ക് ജയിച്ചിട്ട് വന്ന ഉടനെ അമ്മ എന്തോ പറയും, കണ്ടോ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഗുണമാണെന്ന് മനസ്സിലായോ എന്ന് പറയുക. അമ്മ ഒരു കുട്ടിയെ സഭ പ്രാർത്ഥിച്ചു വിട്ടോ, പിറ്റേ ആഴ്ച ജയിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പാസ്റ്റർ പറയും, കണ്ടോ നമ്മൾ സഭയായിട്ട് പ്രാർത്ഥിച്ചു, ദൈവ കുഞ്ഞിനൊരു ജയം നൽകിയെന്ന് പറയുക. കൊച്ചു പരീക്ഷയ്ക്ക് തോറ്റിട്ട് വന്നാൽ തോറ്റെന്ന് പറയുന്ന ഉടനെ അമ്മ എന്തോ പറയുക, ദൈവേഷ്ടോ മക്കളെ എന്ന് പറയാം. അപ്പൊ തോറ്റതെല്ലാം ദൈവേഷ്ട, ജയിച്ചതെല്ലാം അമ്മയുടെ പ്രാർത്ഥന. അങ്ങനെ ഇത് കേട്ട് 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 പിള്ളേർ വളർന്നു വന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, ദൈവേഷ്ടം വല്ലപ്പോഴെങ്കിലും ഒന്ന് മാറ്റി വെക്കണമെന്ന്. അങ്ങനെ ദൈവേഷ്ടത്തെക്കുറിച്ച് അമ്മേ ഒരു മനുഷ്യൻ 100 വയസ്സായി വളരെ വാർദ്ധക്യമെത്തി മരിച്ചാൽ എല്ലാവരും അവിടെ ചെന്ന് നിന്ന് ഭയങ്കര മനോഹരമായിട്ട് സാക്ഷി പറയും, ഈ പിതാവ് നീതിയുള്ള ഒരു പിതാവായിരുന്നു, നല്ല പിതാവായിരുന്നു, അതുകൊണ്ട് ദൈവം അപ്പച്ചന് 100 വയസ്സ് വരെ ആയുസ് കൊടുത്തു എന്ന് പറയും. പക്ഷേ ഒരു നല്ല യൗവനക്കാരൻ 30-ലോ 20-ലോ 40-ലോ മരിച്ചാൽ എല്ലാവരും അവിടെ ചെന്നിട്ട് പറയാ, ദൈവേഷ്ട അവൻ പറിച്ചെടുക്കുക, ആര് ചോദിക്കാനാ? ഇതാരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലാത്തൊരു കാര്യം. അവൻ പറിച്ചുകൊണ്ട് പോയി ആര് ചോദിക്കാനാ? അനുഭവിക്കുക തന്നെ.
തന്നെ. അപ്പൊ ദുർമരണവും അകാല മരണവും സംഭവിച്ച അതെല്ലാം ആരുടെ ഇഷ്ടമാ? ദൈവ ഇഷ്ട. വയസ്സാം കാലത്ത് നാട് നീങ്ങാതെ കട്ടിലൊഴിയാതെ കടന്നു വരിക്കുന്നതൊക്കെ അപ്പച്ചൻ്റെ പുണ്യ. സ്തോത്രം. നമ്മുടെ ഇഷ്ടം നടക്കാതെ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി നടക്കുന്നതിനെല്ലാം നമ്മളൊരു പേരിട്ട് വിളിക്കുക, ദൈവേഷ്ടമെന്ന്. ഇത് പറഞ്ഞു സത്യത്തിൽ മനുഷ്യൻ ദൈവേഷ്ടത്തിൽ നിന്ന് അകന്നു പോയതെന്ന് എൻ്റെ ഒരു മതം. സ്തോത്ര. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവ തന്നു യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏത് മരണ വീട്ടിൽ ചെന്നാലും നമ്മളും വെച്ചങ്ങ് കാച്ച, ദൈവം തന്നു ദൈവം എടുത്തെന്ന്. സ്തോത്ര. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കുപ്പി താഴെ വീണ് പൊട്ടിയാലും പറയും ദൈവേഷ്ടമായിരിക്കുക, അതങ്ങ് പോട്ടെന്ന് പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി പറഞ്ഞാൽ മതി. ദാവീദ് ഇയ്യോബിൻ്റെ 7 മക്കളും 3 പെൺമക്കളും, സ്തോത്ര, ഇയ്യോബിൻ്റെ ആടുകളും മാടുകളും ഒട്ടകങ്ങളും കഴുതകളും ദാസീദാസന്മാരും വീടും ഒക്കെ നഷ്ടപ്പെട്ടോ. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ പറയുമല്ലോ യഹോവ തന്നു യഹോവ എടുത്തെന്ന്. യഹോവ ദൈവം തമ്പുരാൻ ഇയ്യോബിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ഒരു മൊട്ടുസൂചിയെങ്കിലും നിങ്ങൾക്ക് ബൈബിളിൽ കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല. ശെബായർ കൊണ്ടുപോയി, സ്തോത്രം, മിദ്യാന്യർ കൊണ്ടുപോയി, ആകാശത്തു നിന്ന് തീയിറങ്ങി, ഇതൊക്കെ സത്യമാണ്. പക്ഷെ ഇയ്യോബിൻ്റെ വീട്ടിൽ നിന്ന് ഒരു മൊട്ടുസൂചി പോലും എൻ്റെ ദൈവം എടുത്തിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ നഷ്ടവും കഷ്ടവും വരുമ്പോൾ അതൊക്കെ ദൈവേഷ്ടമാണെന്ന് പറഞ്ഞ് കബളിപ്പിക്കല് കേട്ടോ. പിന്നെ ദൈവേഷ്ടം എന്താണെന്നറിയാമോ? റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുകയാണ്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിത. ദൈവേഷ്ടത്തിന് 3 ക്വാളിറ്റി ഉണ്ട്. ഒന്ന്, ദൈവേഷ്ട നന്മയാണ്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിലെ ഒരു തിന്മയും ദൈവേഷ്ടമല്ല. നിന്റെ തലമുറകളുടെ ഒരു തിന്മയും ദൈവേഷ്ടമല്ല. നിന്റെ ശുശ്രൂഷയിലെ ഒരു തിന്മയോ ദൈവേഷ്ടമല്ല. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യേശു ഇറങ്ങി വന്നിട്ട് ചോദിച്ചോ, നിന്റെ മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുവോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുവോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുവോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ്റെ തിരുവിഷ്ടത്തെക്കുറിച്ച് അനുഭവം ഉണ്ടാകണം. ആമേൻ. നന്മയുള്ള ദൈവേഷ്ട. ദൈവത്തിൻ്റെ ഹിത ഒരിക്കലും തിന്മയല്ല. ഇന്ന് പകൽ കരമുയർത്തിയെന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ഹിത ഒരിക്കലും തിന്മയല്ല. ദൈവേഷ്ടമെല്ലാം നന്മയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവേഷ്ടം നന്മയാണ്. എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവേഷ്ടം നന്മയാണ്. എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ദൈവേഷ്ടം നന്മയാണ്. എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൈവേഷ്ടം നന്മയാണ്. എൻ്റെ ഉപജീവനത്തെക്കുറിച്ചുള്ള ദൈവേഷ്ട നന്മയാണ്. പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തില് ശുഭമായും സുഖമായും ഇരിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവർ. തൻ്റെ ദാസന്റെ ശ്രേയസിൽ, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, the Lord who delighteth in the prosperity of his servant. തൻ്റെ ദാസന്റെ പ്രോസ്പെരിറ്റിയിൽ, തൻ്റെ ദാസന്റെ വെൽനസിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ നിന്റെ നന്മകളിൽ കുശുമ്പ് കുത്തുന്നവനല്ല, നിന്റെ നന്മകളിൽ വിരോധം വെക്കുന്നവനല്ല. The Lord who delights in the prosperity of his servant. ആകയാൽ അവന്റെ ദൈവത്തിന്റെ തിരുവിഷ്ട, റോമാലേഖനം 12-ാം അധ്യായം പറയുകയാണ്, സ്തോത്ര, നന്മയുള്ള തിരുവിഷ്ട. നന്മ 2, അത് പ്രസാദമുള്ള തിരുവിഷ്ടമാണ്. കണ്ടാൽ അറയ്ക്കത്തക്കതായ, കണ്ടാൽ സങ്കടപ്പെടത്തക്കതായതൊന്നല്ല ദൈവേഷ്ട. പിന്നെയോ, നിനക്കത് കിട്ടുമ്പോൾ നീ എന്ത് ചെയ്യണോ? നിന്റെ മുഖം തെളിയണോ? ദൈവം ഒരിക്കലും ഒരു കയ്പുകാടി നിന്റെ കൈ കൊണ്ട് തന്നിട്ട് ഒരിക്കലും നിന്റെ മുഖം ചുളിപ്പിക്കത്തില്ല. 2, പ്രസാദമുള്ള ദൈവേഷ്ട. പ്രസാദമുള്ള ദൈവേഷ്ട. നിനക്ക് എന്ത് തന്നാലാ നിന്റെ മുഖം തെളിയുന്നതെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന്റെ തിരുവിഷ്ടം നിന്റെ പ്രസാദമാണ്. നീ ഒന്ന് ചിരിച്ചു കാണാനാ ദൈവത്തിന് ആഗ്രഹം. അതുകൊണ്ടല്ലേ പലപ്പോഴും ദൈവത്തിന്റെ സന്ദർശനങ്ങളെ ശ്രദ്ധിക്കുക. യോശുവ നിലമ്പാട് വീണ് കരയുക. ദൈവം ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, യോശുവ, നീ എന്തിനാണ് ഇങ്ങനെ നിലത്തു കിടക്കുന്നത്? യോശുവ, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അവിടെ ചോദിക്കുകയാണ്. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു ആദ്യം ചോദിച്ച ചോദ്യം എന്താണ്? സ്ത്രീയെ, നീ കരയുന്നത് എന്തിനാണ്? ആമേൻ. യോനായുടെ അടുക്കൽ കടന്നു വന്ന് ദൈവം ചോദിച്ചതെന്താണ്? നിന്റെ മുഖം വാടുന്നതെന്ത്? നീ കോപിക്കുന്നതെന്ത്? അപ്പൊ ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്റെയും നിങ്ങളുടെ മുഖം വാടുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ നിറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ ചിരിക്കുന്ന മുഖമാണ് ദൈവത്തിന് ആഗ്രഹം. അതുകൊണ്ടാണ്
പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് സന്തോഷിക്കണം. ഒരപ്പൻ തൻ്റെ മകനെ ലാളിക്കുന്നത് പോലെ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മുഴങ്കാലിലിരുത്തി ലാളിക്കുന്നത് പോലെ, ആ മുഴങ്കാലിലിരുന്ന് ലാളിക്കുമ്പോൾ പല്ലില്ലാത്ത മോണ കാട്ടി ആ കൊച്ചു കുഞ്ഞ് ചിരിക്കുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുന്നത് പോലെ നിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുക, നിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഒരിക്കലും അവൻ നിന്റെ സങ്കടത്തിൽ സന്തോഷിക്കത്തില്ല. യേശുവിൻ്റെ സ്നേഹിതനായ ലാസറിന്റെ വീട്ടിൽ ബഥാന്യയിൽ യേശു കടന്നു ചെന്നു. ഉള്ളം മാർത്തയെയും മറിയെയോ ആ വീടിന്റെ പുരുഷാരത്തെയും കണ്ടിട്ട് യേശുവിൻ്റെ ഉള്ളം കലങ്ങി. നിന്റെ വീടിന്റെ പരാജയത്തിൽ, നിന്റെ തലമുറയുടെ സങ്കടത്തിൽ, നിന്റെ കുടുംബത്തിന്റെ കഷ്ടതയിൽ ആരുടെ ഉള്ളം കലങ്ങുന്നതിനെക്കാട്ടില് കലങ്ങുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ ഹൃദയമാണ്. അവൻ ഉള്ളം കലങ്ങി. അടുത്തത്, അവൻ അടക്കുവാൻ കഴിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇന്ന് പകൽ നിന്റെ കഷ്ടതയിൽ കണ്ണു നിറയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അവൻ നന്മയായത് നിന്റെ ജീവിതത്തിന്റെ നന്മയാണ് ദൈവേഷ്ട. 2, നിനക്ക് പ്രസാദമുള്ളത് ദൈവേഷ്ട. 3, ദൈവേഷ്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നന്മയും പ്രസാദവും. മൂന്നാമതായി പറയുകയാണ് പൂർണ്ണതയുള്ള ദൈവേഷ്ട. എൻ്റെ സഹോദരങ്ങളെ, ദൈവം ഒരിക്കലും നിന്റെ ജീവിതത്തെ പണിതീരാത്ത ഒരു വീട് പോലെ, പണിതീരാത്ത ഒരു പ്രൊജക്റ്റ് പോലെ എവിടെയും എത്താതെ വേണം ദൈവ നിന്റെ ജീവിതത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഒരു വിദ്യാഭ്യാസം ആരംഭിച്ചാൽ അത് പൂർത്തീകരിക്കണം. നീ ഒരു വീട് പണി ആരംഭിച്ചാൽ അത് പൂർത്തീകരിക്കണം. നീ ഒരു ശുശ്രൂഷ ആരംഭിച്ചാൽ അതിന്റെ തികവിലെത്തണം. നിന്റെ ആത്മീയ ജീവിതം അതിന്റെ പരിപൂർണതയിലെത്തണം. നിന്റെ പ്രാർത്ഥനാ ജീവിതം അതിന്റെ പെർഫെക്ഷനിലെത്തണം. നിന്റെ ശരീരം അതിന്റെ പെർഫെക്ഷനിലെത്തണം. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നിന്റെ പൂർണ്ണതയാണ് ആഗ്രഹിക്കുന്നത്. ദൈവം ഒരിക്കലും നിന്നെ പകുതി വഴിക്ക് തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ യാത്ര പൂർണ്ണപ്പെടണം. നിന്റെ ലക്ഷ്യത്തിൽ നീ എത്തിച്ചേരണം. നിന്റെ ജീവിതം നീ അതിന്റെ തികവിലെത്തണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആമേ, ആ ഇഷ്ടം ഭൂമിയിൽ സാധിപ്പിച്ചെടുക്കാനാണ് ദൈവം എന്ത് ചെയ്യുന്നത്? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിൽ തരുന്നത്. എന്തിനാ യേശു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തരുന്നത്? സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവേഷ്ടം നടക്കണം. നന്മയായത്, പ്രസാദമായത്, പൂർണ്ണമായ ദൈവേഷ്ടം നടക്കണം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഇത് പറഞ്ഞപ്പം ആർക്കും മനസ്സിലായില്ല. 10 വർഷം മുമ്പ് വരെ വായിച്ചാലും മനസ്സിലാകത്തില്ല. ഇന്നും പ്രായമുള്ളവർക്കൊക്കെ വായിച്ചാൽ മനസ്സിലാകത്തില്ല. പക്ഷെ ഒരു 15 വയസ്സുകാരൻ്റെ അടുക്ക ചോദിച്ചാൽ അവന് ഇതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. എന്താ ഇതിൻ്റെ കാരണം? ആപ്പിളിൻ്റെ ഐഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം. നിങ്ങളുടെ ഐപാഡിൻ്റെ പാസ്വേഡ് ഇട്ട് നിങ്ങളൊരു സാധനം തുറന്നാൽ ഐഫോണിനകത്തും നിങ്ങൾ ഐഫോണിലൊരു ഫോട്ടോ എടുത്താൽ അപ്പോൾ തന്നെ അതെന്ത് വരും? ഐപാഡിലും വരും. നിങ്ങളുടെ ഐഫോണിൽ നിന്ന് നിങ്ങളുടേത് തന്നെ ആയിരിക്കണം, ഒരേ ഐഡിയ ആയിരിക്കണം. നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ ഇപ്പുറത്ത് നിങ്ങൾക്ക് എത്ര ഡിവൈസ് ഉണ്ടോ, നിങ്ങൾക്ക് മാക്ബുക്ക് ഉണ്ടാകട്ടെ, പാഡ് ഉണ്ടാകട്ടെ, ഒരു 2 ഐഫോൺ ഉണ്ടാകട്ടെ, ഇതിനകത്ത് എല്ലാറ്റിനകത്തും എന്ത് ചെയ്യുമെന്നറിയാമോ? ഡിലീറ്റ് ചെയ്യപ്പെടും. ഐഫോൺ വേണ്ട, നിങ്ങൾ ആൻഡ്രോയിഡാണോ ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ ഫോണിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് 25 ഡിവൈസ് ഉണ്ടാകുന്നിരിക്കട്ടെ. ഈ 25 ഡിവൈസിൽ നിങ്ങൾ ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ നിന്നാണ് കയറിയിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ 25 ഡിവൈസിലെ ഗൂഗിൾ ഫോട്ടോയിൽ ആ ഫോട്ടോ വരും. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അത് താക്കോലെന്നങ്ങ് പറഞ്ഞു. പക്ഷേ പുതിയ അർത്ഥത്തിൽ പറഞ്ഞ സ്വർഗരാജ്യത്തിലെ പിൻ നമ്പർ നിൻ്റെ കയ്യിൽ തന്നെന്നാണ് അതിൻ്റെ അർത്ഥം. നീ ഇവിടെ അത് ലോക്ക് ചെയ്താൽ സ്വർഗത്തിലും ലോക്ക് ചെയ്തു. നിങ്ങളുടെ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് കയറി നിങ്ങളതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഡിവൈസിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇൻറ്റിമേഷൻ വരും. നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട്, ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഏതാണോ ആ അക്കൗണ്ട് ലോഗ്ഡ് ഇൻ ആണെന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആമസോണിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ട്
വേണമെങ്കിൽ ആമസോണിൽ കയറി ഒരു സാധനം മേടിക്കാൻ പറ. ആമസോണിൽ ഏതെങ്കിലും ഒരു ഡിവൈസിൽ നിന്ന്, ലോകത്തിൻ്റെ എവിടെ നിന്നെങ്കിലും ആമസോണിൽ കയറിയാൽ ഉടൻ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരും. ആരോ ഒരാൾ ഇന്ന ഫോണിൽ നിന്ന്, ഗാലക്സി S22 നിന്ന്, അത് യൂറോപ്പിൽ നിന്ന്, അമേരിക്കയിലെ ഇന്ന പട്ടണത്തിൽ നിന്ന്, ന്യൂയോർക്ക് പട്ടണത്തിൽ ഇന്ന സ്ട്രീറ്റിൽ നിന്ന് നിങ്ങളുടെ ആമസോൺ അക്കൗണ്ടിൽ കയറിയിരിക്കുന്നെന്ന് പറയും. അതാണ് ഒരു പിൻ നമ്പർ. അപ്പോൾ യേശു കർത്താവ് പറയാടാ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. നീ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ അതപ്പോൾ സ്വർഗത്തിലെ കമ്പ്യൂട്ടറിലും ഫീഡാകും. നീ ഇവിടെ എന്തെങ്കിലും ലോക്ക് ചെയ്താൽ സ്വർഗത്തിലും ലോക്കാവും. നീ ഇവിടെ എന്തെങ്കിലും അൺലോക്ക് ചെയ്താൽ സ്വർഗത്തിലും അൺലോക്കാകും. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഒന്നാമതായി അവിടെ ദൈവം മനുഷ്യന് നൽകുന്ന താക്കോലാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. ഇന്ന് പകൽ വിളിച്ചു പറ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും തിരുവിഷ്ടം സാധിക്കും. കാരണം ദൈവത്തിൻ്റെ താക്കോൽ, സ്വർഗത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ നൽകുകയാണ്. ദൈവം മനുഷ്യനൊരു താക്കോൽ നൽകുകയാണ്. അതിലൊന്നാമത്തെ താക്കോൽ സ്വർഗത്തിൻ്റെ താക്കോലാണ്. രണ്ടാമത് ദൈവം മനുഷ്യന് നൽകുന്ന താക്കോൽ യെശയ്യാ പ്രവചനം 22-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് 22-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യെശയ്യാ 22 ബൈബിളുള്ളവരെല്ലാം ആ യെശയ്യാ പ്രവചനം 22 ഒന്ന് എടുത്താൽ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ എളുപ്പമായിരിക്കും. യെശയ്യാ 22 വായിക്കാമോ ആ വേദഭാഗം? അന്നാളിൽ ഞാൻ ഹിൽക്കിയാവിന്റെ മകനായി 20 പിന്നെ വായിക്കാം. 22 ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു താക്കോൽ. എന്തിന്റെ താക്കോലാണിത്? ഇത് ദാവീദ് ഗൃഹത്തിന്റെ താക്കോലാണ്. ഒന്നാമതായി നാം കേട്ടത് സ്വർഗരാജ്യത്തിന്റെ താക്കോലാണ്. രണ്ടാമതായി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ദാവീദ് ഗൃഹത്തിന്റെ താക്കോലാണ്. ഇവിടെ പറയുകയാണ്, ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. എന്താണ് ഈ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ? അതിലേക്ക് കടക്കുവാൻ നാം ആ അധ്യായത്തിലേക്കൊന്ന് ആകമാനം കടന്നു പോകേണ്ട ഭാഗമുണ്ട്. എന്നാൽ ആ 22-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഞാൻ ഹിൽക്കിയാവിന്റെ മകനായ എല്യാക്കീമിനെ വിളിക്കും. ഇവന്റെ അങ്കി ഞാൻ അവനെ ധരിപ്പിക്കും. അവന്റെ കച്ച ഞാൻ ഇവന്റെ അരയിൽ കെട്ടും. അവന്റെ അധികാരം ഞാൻ ഇവന് കൊടുക്കും. അവൻ ദാവീദ് ഗൃഹത്തിന്, അവൻ യഹൂദന് ഗ്രഹത്തിന് ഒരപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിന്മേൽ വയ്ക്കും. ഈ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ഹിൽക്കിയാവിന്റെ മകനായ എല്യാക്കീമിന് ദൈവം കൊടുക്കുകയാണ്. നിങ്ങൾ ആ പേരുകളെ ഒന്ന് ശ്രദ്ധിക്കണം. ഹിൽക്കിയാവിന്റെ മകനായ എല്യാക്കീമിന് ദൈവം ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, താക്കോല് മാത്രമല്ല കൊടുക്കുന്നത്. 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിന്റെ അങ്കി എല്യാക്കീമിന് കൊടുക്കും, നിന്റെ കച്ച അവന് കൊടുക്കും, നിന്റെ അധികാരം അവന്റെ കയ്യിൽ കൊടുക്കും, ദാവീദ് ഗൃഹത്തിന്റെ താക്കോലും കൊടുക്കും. അപ്പൊ ഇവിടെ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ദൈവം 4 കൂട്ടം കാര്യമെടുത്ത് ഈ ഹിൽക്കിയാവിന്റെ മകനായ എല്യാക്കീമിന്റെ കയ്യിൽ കൊടുക്കുക. ദൈവം 4 കൂട്ടം കാര്യങ്ങളാണ് എല്യാക്കീമിന്റെ കയ്യിൽ കൊടുക്കുന്നത്. ഈ 4 കൂട്ടം കാര്യങ്ങളിലെ ഒരേ ഒരു കാര്യമാണ് ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ. ഒന്നാമതായി അങ്കി കൊടുക്കുന്നു, രണ്ടാമത് കച്ച കൊടുക്കുന്നു, മൂന്നാമത് അധികാരം കൊടുക്കുന്നു, നാലാമത് താക്കോൽ കൊടുക്കുന്നു. ഇത് എല്യാക്കീമിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുക്കുകയല്ല, പകരം ഒരു മനുഷ്യനോട് പറയുകയാണ്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് നീ ഇട്ട അങ്കിയെ എടുത്ത് ഞാൻ അവന് കൊടുക്കും, നിന്റെ അരക്കിടന്ന ബെൽറ്റിനെ എടുത്ത് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുക്കും, നീ ഇന്ന് ഉപയോഗിക്കുന്ന അധികാരത്തെ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുക്കും, നിന്റെ തോളിലിരിക്കുന്ന താക്കോലിനെയും ഞാൻ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുമെന്ന് പറയുകയാണ്. ദൈവം ഇത് ആരോടാണ് പറയുന്നത്? ആരോടാണ് പറയുന്നതെന്ന് അറിയണമെങ്കിൽ നാം അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ചെന്ന് ഭണ്ഡാരപതിയും രാജധാനി വിചാരകനുമായ ശെബ്നയെ കണ്ടു പറയണം. അപ്പൊ ആരാണ് ഈ ശെബ്ന എന്നറിയാമോ? ശെബ്നയെ കുറിച്ച് 2 കാര്യങ്ങളാണ് പറയുന്നത്. നീ ചെന്ന് ഭണ്ഡാരപതിയും രാജധാനി വിചാരകനുമായ
ശബനയെ കണ്ടിട്ട് ശബനയോട് പറയണം. ഭണ്ഡാരപതി എന്നാണ് പറയുന്നത്. ഭണ്ഡാരപതി എന്ന വാക്കിന് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ട്രഷറർ എന്നാണ് പറയുന്നത്. ട്രഷറർ. നീ പോയി ട്രഷററോട് പോയി പറയണം. ഇനി കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നീ പോയി യഹൂദ ഗവൺമെന്റിലെ ഫിനാൻസ് മിനിസ്റ്റർ ഒരുത്തനുണ്ട്, ട്രഷററുണ്ട് അവിടെ. ട്രഷററുടെ അടുക്ക പോയി ഒരു കാര്യം പറയണോ? എന്താണ് ട്രഷററുടെ അടുക്ക പോയി പറയേണ്ടത്? ട്രഷററുടെ അടുക്ക പോയി പറയേണ്ടത്, നീ എന്താകുന്നു ഈ ചെയ്യുന്നതെന്ന് ചോദിക്കണോ? അമ്മ യഹൂദ ഗ്രഹത്തിന്റെ ട്രഷററാണ് ഈ ശബന. അപ്പൊ ട്രഷററുടെ അടുക്ക ചെന്നിട്ട് പറയുക, എടാ ട്രഷററുടെ ഉടുപ്പ് ഞാൻ എല്യാക്കീമിന്റെ കൈ കൊടുക്കുക. ട്രഷററുടെ അധികാര ബെൽറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ കൊടുക്കുക. ഇനി നീ അല്ലടാ ട്രഷററായിട്ടിരിക്കുന്നത്, എല്യാക്കീമാ ട്രഷററായിട്ടിരിക്കുന്നത്. എന്നിട്ട് ട്രഷറർക്ക് ഉടുപ്പ് മാത്രം മതിയോ? ട്രഷറർക്ക് ബെൽറ്റ് മാത്രം മതിയോ? ട്രഷറർക്ക് അധികാരം മാത്രം മതിയോ? പോരാ, ട്രഷറർക്ക് ട്രഷറിയുടെ താക്കോലും കൂടെ വേണോ? അതാ പറഞ്ഞത്, നാലാമത് പറഞ്ഞത്, ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ ഇനിയും ശബനയുടെ കൈ വെക്കത്തില്ല, ഞാനത് ആരുടെ കൈ കൊടുക്കാൻ പോവാ? എല്യാക്കീമിന്റെ കൈ കൊടുക്കാൻ പോവാ. എന്താ ദൈവം ഇത് ശബനയുടെ കയ്യിൽ നിന്ന് എടുക്കാൻ തുടങ്ങിയത്? ശബനയുടെ കയ്യിൽ നിന്ന് എടുക്കാൻ തുടങ്ങിയത് കാരണം അതിൻ്റെ 10-ാം വാക്യം, അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ശബന ആ ഫിനാൻസ് മിനിസ്റ്ററായി. ശബന അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയപ്പോൾ ശബന നോക്കിയപ്പോൾ ഈ സിറ്റി ആകെ പൊളിഞ്ഞു കിടക്കുക. സിറ്റി ഒത്തിരി പഴയതായി. സിറ്റി കുറച്ചുകൂടെ ഒക്കെ റെനോവേറ്റ് ചെയ്യണം. അങ്ങനെ റെനോവേറ്റ് ചെയ്യാൻ തുടങ്ങണം. 9-ാം വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദാവീദിൻ നഗരത്തിൻ്റെ ഇടിവുകൾ അനവധി എന്ന് കണ്ടോ. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ, സിറ്റി റെനോവേറ്റ് ചെയ്യണോ? അങ്ങനെ സിറ്റി റെനോവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്തോ വേണോ? അവിടെ ഒത്തിരി വെള്ളം വേണോ? അപ്പൊ ഈ ശബനെ ആദ്യം എന്തോ ചെയ്തെന്നറിയാവോ? താഴത്തെ കുളത്തിലെ വെള്ളം കെട്ടി നിർത്തി. അപ്പൊ നാട്ടിലേക്കുള്ള വാട്ടർ സപ്ലൈ മുഴുവൻ അവനങ്ങ് അടച്ചു. ഫിനാൻസ് മിനിസ്റ്റർ അല്ലേ, ആരെങ്കിലും ചോദിക്കാൻ പറ്റുമോ? നാട്ടുകാരെല്ലാം വന്നു ചോദിച്ചു, എന്താ സാറേ വെള്ളം കിട്ടാത്തത്? അപ്പൊ പറയാം, സിറ്റി റെനോവേറ്റ് ചെയ്യാൻ പോവാ, സിറ്റി പുതുക്കി പണിയാൻ പോവാ, ഇനി 6 മാസത്തേക്ക് നാട്ടുകാർക്കൊന്നും കുടിവെള്ളം കിട്ടത്തില്ല. അപ്പൊ ശബനയുടെ 1-ാമത്തെ പണി ആരംഭിച്ചോ. 2-ാമത് 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? 10-ാം വാക്യം. യെരൂശലേമിലെ വീടുകൾ എണ്ണി, യെരൂശലേമിലെ വീടുകൾ എണ്ണി, മതിൽ ഉറപ്പിപ്പാൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു. വീടുകളെ പൊളിച്ചു കളഞ്ഞു. എന്താണ് ശബനയുടെ കയ്യിൽ അധികാരവും ഫിനാൻസ് മിനിസ്റ്ററും ആയപ്പോഴത്തേക്ക് ശബന ഒരു സർവേ നടത്തുകയാണ്. ആ മണർകാട് പഞ്ചായത്തിൽ എത്ര വീടുകളുണ്ട്, മണർകാട് പഞ്ചായത്തിൽ എത്ര വീടുണ്ട്, ആ വീട്ടിലൊക്കെ വന്ന് സർവേ എടുത്തപ്പോൾ ആൾക്കാർ ചിന്തിച്ചു കാണും ഏതാണ്ട് നല്ല കാര്യത്തിനാണെന്ന്. അല്ലല്ലല്ല, വീടിന്റെ സർവേ എടുത്തുകൊണ്ടുവന്ന് അവൻ ഓരോ വീടിന്റെ മുമ്പിൽ ഓരോ കുറ്റി ഒഴിച്ചിട്ടോ. നാട്ടുകാർ ചോദിച്ചു, എന്തിനാ സാറേ ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ കുറ്റി ഒഴിച്ചിട്ടത്? അത് ഞങ്ങളിവിടെ വലിയ മതിൽ പണിയാൻ പോവുക. അപ്പം ഞങ്ങളുടെ വീടോ? നിങ്ങളുടെ വീടല്ല, ഞങ്ങൾ പൊളിച്ചു കളയും. അയ്യോ, അപ്പം പിന്നെ ഞങ്ങളെവിടെ പോയി താമസിക്കോ? വീടല്ലടാ പ്രശ്നം, രാജ്യത്തിന്റെ പുരോഗമന വിഷയം. അപ്പൊ പാവപ്പെട്ടവന്റെ എല്ലാം വീട് പോയി മതിൽ പണിയാൻ പോവുക. ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോ, എടാ എല്ലാവരുടെയും വീടിന്റെ മുമ്പിൽ മഞ്ഞക്കുറ്റി ചുമന്ന കുറ്റി കൊണ്ട് കുറ്റി ഒഴിച്ചിട്ടിട്ട് പറയാ നഗരം വികസിപ്പിക്കാൻ പോവുകയാണെന്ന്. കുടിവെള്ളം കെട്ടി നിർത്തി. ദൈവത്തിന് ഇത് കണ്ടിട്ട് സഹിച്ചില്ല. ദൈവത്തിന് ഇത് ഭയങ്കര സങ്കടമായി. എന്നിട്ട് അത് മാത്രമല്ല, ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഇവ 3-ാമത് ഒരു കാര്യം കൂടെ ചെയ്യുക. അതിൻ്റെ 16-ാം വാക്യ അത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി രസം തോന്നി കേട്ടോ. നീ എന്താകുന്നു ഈ ചെയ്യുന്നത്? നിനക്കിവിടെ ആരുള്ളോ? ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട്? ഉയർന്നൊരു സ്ഥലത്ത് അവൻ തനിക്കൊരു കല്ലറ വെട്ടിക്കുന്നു, പാറയിൽ തനിക്കൊരു പാർപ്പിടം കൊത്തിയുണ്ടാക്കുന്നു. അപ്പൊ ഇവൻ ഫിനാൻസ് മിനിസ്റ്റർ ആയപ്പോ ഇവൻ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? അവൻ നല്ല മെയിൻ സ്ഥലത്ത് അവൻ വലിയ കല്ലറ പണിയുക. എന്തിനാ കല്ലറ പണിയുന്നത്? ഞാൻ മരിച്ചാലും ക്യാപിറ്റൽ സിറ്റിക്കകത്ത് എന്തോ ഇരിക്കണോ? എൻ്റെ കല്ലറ ഇരിക്കണോ? നമ്മളിന്ന് ന്യൂഡൽഹി പട്ടണത്തിലേക്ക് എന്ന പട്ടണത്തിൽ ഏതൊക്കെ ലോകത്തിൽ ഏത് രാഷ്ട്രങ്ങളുടെ തലസ്ഥാന നഗരി ചെന്നാൽ വലിയ ബിൽഡിങ്ങുകൾ കാണാം, വലിയ കോംപ്ലക്സുകൾ കാണാം. പക്ഷേ ഭാരതത്തിൻ്റെ തലസ്ഥാനത്തിലേക്ക് ചെന്നാൽ, ഡൽഹിയിൽ ചെന്നാൽ കാണാൻ പറ്റുന്നത് എന്താ ഉള്ളത്? നിങ്ങൾ പറ, ഡൽഹി ചെന്നാൽ എന്താ കാണാനുള്ളത്? ഡൽഹി ചെന്നാൽ ആദ്യം പോകുക മഹാത്മാഗാന്ധിയുടെ ശവകുടീരം, അവിടുന്ന് പിന്നെ അടുത്തത് അങ്ങോട്ട് പോകുക ജവഹർലാൽ നെഹ്റുവിൻ്റെ ശവകുടീരം, അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകുക ഇന്ദിരാഗാന്ധിയുടെ, അവിടുന്ന് പിന്നെ അപ്പുറത്തോട്ട് പോകുക രാജീവ് ഗാന്ധിയുടെ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, ഭരണം ഇങ്ങനെ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കൊച്ചുമക്കളുടെ എല്ലാം കൂടെ ശവക്കോട്ട കൊണ്ട് ഡൽഹി പട്ടണം നിറഞ്ഞേനെ. അപ്പൊ തമ്പുരാൻ നോക്കിയപ്പോ ഇവൻ നല്ല സിറ്റി ക്യാപിറ്റൽ മുഴുവൻ ശവക്കോട്ട പണിയുക. എന്തിനാ ശവക്കോട്ട പണിയുന്നത്? എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ പേരിങ്ങനെ പട്ടണത്തിന്റെ നടുവിൽ നിൽക്കണം. നമുക്ക് സങ്കടം തോന്നും പ്രിയമുള്ളവരെ. കേരളത്തിൽ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നോ? ഈ മുഖ്യമന്ത്രിമാരുടെ എല്ലാം കൂടെ ശവക്കോട്ടകൾ തിരുവനന്തപുരം സിറ്റിയിൽ കൊണ്ട് പണിതിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? എറണാകുളം പട്ടണം മുഴുവൻ MP-മാരുടെ കല്ലറ പണിതെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? ഇതെന്തൊരു കൂത്തായി കാണിക്കുന്നത്. അതുപോലെയാണ് ശബനെ അവിടെ ചെന്നിട്ട് സിറ്റി സെൻട്രൽ ഒരു 10 ഏക്കർ വസ്തു അങ്ങ് അളന്നിട്ടോ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എൻ്റെ ശവക്കോട്ട ഇവിടെ ഇരിക്കണോ. എന്നിട്ട് പാവപ്പെട്ടവൻ്റെ വീട് പൊളിച്ച് കളഞ്ഞിട്ട് ഇവ ശവക്കോട്ട പണിയുക. ഇന്ത്യൻ ചരിത്രത്തിലേക്കൊക്കെ കടന്നു വന്ന അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഇതൊക്കെ ഇവിടെ നടന്നു കേട്ടോ. അതുകൊണ്ടാണ് കർത്താവ് പലരും തൂക്കിയെടുത്ത് വെളി കളഞ്ഞത്. ഇന്ന് പകൽക്കാലം അറിയണം, അതിൻ്റെയൊക്കെ പിമ്പിൽ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. തലസ്ഥാന നഗരം മുഴുവൻ ഏക്കർ കണക്കിന് ശവക്കോട്ട മ്യൂസിയം പണിതിട്ടിരിക്കുന്നു, നഗരവികസനം തകർത്താതെ. സ്തോത്രം. ആ വിഷയത്തെ ഞാൻ വിടുകയാണ്. അപ്പൊ ദൈവം ഇവിടെ നോക്കുമ്പോൾ ശബന ഉയർന്ന സ്ഥലത്ത് കല്ലറ വെട്ടിക്കുക. അപ്പൊ ദൈവത്തിന് ഇത് കണ്ടിട്ട് സങ്കടം വന്നോ? ദൈവം എന്താ പറയുന്നതെന്നറിയാവോ? ഇനി നീ കല്ലറ വെട്ടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ, ഞാൻ നിന്നെ തൂക്കിയെടുത്തെറിയോ. എന്നിട്ട് ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ഫിനാൻസ് മുഴുവൻ, യഹൂദന്റെ ട്രഷറി മുഴുവൻ ഞാൻ ആരുടെ കൊടുക്കാൻ പോവുക? ഞാൻ എല്യാക്കീമിന്റെ കൈ കൊടുക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ ട്രഷറിയുടെ താക്കോൽ, നിന്റെ ആവശ്യകതകളുടെ ട്രഷറിയുടെ താക്കോൽ ദൈവം നിന്റെ കൈവശം തരോ. ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ ദൈവ ശബനയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് എല്യാക്കീമിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് ചില ദൈവമക്കൾ ആ താക്കോലും മേടിച്ചുകൊണ്ട് പോക്കോണോ. നീ ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടവനല്ല, നീ ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി യാചിക്കേണ്ടവനല്ല. നിനക്കൊരു ദൈവമുണ്ട്. ആ ദൈവം എന്താണ് നിന്നോട് പറയുന്നത്? എടാ, ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. ആവശ്യമുള്ളപ്പോക്കെ നീ പോയി തുറക്കണം. നീ പോയി തുറന്ന് നിനക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തുകൊള്ളണം. ഇന്ന് പകൽക്കാലം ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന ദൈവമക്കൾ ഒരു താക്കോലും കൊണ്ട് വേണം ഇറങ്ങിപ്പോകാം. ഏത് താക്കോൽ? എല്യാക്കീമിന്റെ കയ്യിൽ കൊടുത്ത ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ. ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ നിന്റെ കൈവശമുണ്ടെങ്കിൽ നിനക്ക് ഉണ്മാനും ഉടുക്കാനും ഞെരുക്കം വരത്തില്ല. ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ നിന്റെ കൈവശമുണ്ടെങ്കിൽ നിന്റെ തലമുറകളുടെ വിഷയത്തിൽ നിനക്ക് ഞെരുക്കം വരത്തില്ല. അപ്പൊ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ ദൈവം എന്ത് ചെയ്യുകയാണ്? സ്തോത്ര. എല്യാക്കീമിന്റെ കയ്യിൽ കൊടുത്തോ. എന്നിട്ട് പറഞ്ഞടാ, ഈ ജനത്തിന് നീ ഒരു അപ്പനായിരിക്കണമെന്ന് പറഞ്ഞോ. യെസ്. എന്താണ് അപ്പന്റെ പദ്ധതി? അപ്പൻ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? മക്കൾക്ക് കഞ്ഞി കൊടുക്കണം, മക്കൾക്ക് ലാക്ടോയം മേടിച്ചു കൊടുക്കണം, മക്കൾക്ക് ഞാൻ മേടിച്ചു കൊടുക്കണം, മക്കൾക്ക് സെർലാക്ക് മേടിച്ചു കൊടുക്കണം. മക്കളെ പോഷിപ്പിക്കുന്നതാണ് ഒരപ്പന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ സ്വർഗത്തിലെ ദൈവം പറയാ, എടാ, അപ്പന്റെ കൈ, അപ്പന്റെ ഹൃദയമുള്ളവന്റെ കയ്യിൽ ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോല് കൊടുക്കുക. ഇന്ന് പകൽക്കാല ദൈവം നിനക്ക് വേണ്ടി ദൈവ നന്മയുടെ താക്കോൽ ചില അപ്പന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. പിടിച്ചു വെക്കുന്ന ശബനയുടെ കരങ്ങളിലല്ല, നന്മ തരുന്ന നിനക്ക് അനുകൂലമായ അളവിൽ. പഴയ നിയമത്തിൽ ദൈവം ഈ താക്കോൽ എടുത്ത് എല്യാക്കീമിന്റെ കയ്യിൽ കൊടുത്തോ. കാലങ്ങൾ ഈ താക്കോല് പലരും മാറി ഉപയോഗിച്ചോ. എന്നാൽ പുതിയ നിയമ ദൈവസഭയ്ക്ക് ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് ദൂത് നൽകുമ്പോൾ, സ്തോത്ര, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ ആ ദൂതിനകത്ത് കർത്താവായ ക്രിസ്തുയേശു തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ കൈവശമുള്ളവനോ ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയോ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്നവർ നിന്നോട് അരുളി ചെയ്യുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലോ നീ എൻ്റെ വചനത്തെ കാത്തോ. അതുകൊണ്ട് ഭൂതലത്തിൽ എങ്ങുമുള്ള സകലരോ പരീക്ഷിക്കപ്പെടുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെയും കാക്കാം. എന്താണ് യേശുവിടെ പറഞ്ഞത്? എടാ, ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ ഇപ്പൊ എൻ്റെ കയ്യിലാണെന്ന് എന്ന് പറഞ്ഞ് നിന്റെ ആവശ്യകതകളുടെ നടുവിൽ നീ ഭാരപ്പെടണ്ട. എടാ, പെട്ടിയുടെ താക്കോൽ എൻ്റെ കയ്യിലാ, നിന്റെ ആവശ്യകതകളുടെ താക്കോൽ എൻ്റെ കയ്യിലാ. നിനക്ക്
നിനക്ക് ഞെരുക്കം വരുമ്പോ നീ അവിടെ ഇരുന്ന് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ആവശ്യകതകളുടെ നടുവിൽ നീ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നീ ഒരു കടബാധ്യതയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നീ ബുദ്ധിമുട്ടണ്ട. നിന്റെ വീട്ടിൽ അരി വെക്കാൻ നീ ഭാരപ്പെടണ്ട. ഇന്ന് പകൽക്കാല വിശ്വസിക്ക, ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ഇന്ന് ശബനയുടെ കയ്യിലല്ല. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ഇന്നൊരു പിശാചിന്റെ കയ്യിലല്ല. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ എൻ്റെ അപ്പന്റെ കയ്യിലാണ്, എൻ്റെ യേശുവിന്റെ കയ്യിലാണ്. വെളിപ്പാട് 3:7 അവിടെ വിളിച്ചു പറയുകയാണ്, ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇന്ന് പകൽക്കാല ആ താക്കോൽ ചിലർക്ക് വെളിപ്പെട്ടു വരികയാണ്. സാമ്പത്തിക ബാധ്യതകളുടെ കെട്ടുകളുടെ മേൽ ഞങ്ങൾ ആ താക്കോലിനെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് യേശുവേ ഉറക്കെ വിളി. അവന്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്. നിന്റെ ആവശ്യകത അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് നിനക്ക് സമൃദ്ധിയായി നൽകുന്ന, നിന്റെ ആവശ്യകതകളെ നിറവേറ്റുന്ന ഒരു താക്കോൽ സ്വർഗത്തിന്റെ ഭണ്ഡാരത്തിലുണ്ട്. ഹിമത്തിന്റെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ആലിപ്പഴം കൂട്ടിവെച്ചിരിക്കുന്ന മാളികകൾ നീ കണ്ടിട്ടുണ്ടോ? മഴയുടെ കേന്ദ്രം നിനക്കറിയാമോ? ഇന്ന് പകൽ സ്വർഗം പറയുകയാണ്, അളവില്ലാത്ത നന്മകൾ, എണ്ണമറ്റ ദാനങ്ങൾ നിനക്ക് നൽകുവാൻ അവന്റെ ട്രഷറി ഓപ്പൺ ആണ്. ഇന്ന് പകൽക്കാല ആ താക്കോലുമായി ഇതിനകത്തുനിന്ന് മടങ്ങി പോകണം. നീ വെറുതെ പോകരുത്. നിന്റെ യേശുവിന്റെ കയ്യിൽ ആ താക്കോലുണ്ട്. യേശു എന്താ പറയുന്നത്? ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ ട്രഷറിയുടെ താക്കോൽ എൻ്റെ കയ്യിലാണ്. ഇന്ന് പകൽക്കാല സ്വർഗം നിന്നോട് പറയുകയാണ്, ട്രഷറിയുടെ താക്കോൽ എൻ്റെ കയ്യിലാണ്. ആരും അതിനെ അടയ്ക്കാതെ വേണ്ട, ഞാൻ നിനക്ക് വേണ്ടി തുറക്കാം. ഇന്ന് പകൽ ആരാധനയുടെ നടുവ് ദൈവം ചിലർക്ക് വേണ്ടി ട്രഷറിയുടെ താക്കോല് തുറക്കുകയാ. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുകയാ. സ്വർഗത്തിന്റെ ഭണ്ഡാരം തുറക്കുകയാ. ഭൂമിയുടെ ഉറവുകൾ തുറക്കുകയാ. യേശുവിന്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുക. അവന്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്, ട്രഷറിയുടെ താക്കോൽ. നിന്റെ ആവശ്യകതകളിൽ നീ ലജ്ജിച്ചു പോകത്തില്ല. നിന്റെ ട്രഷറിയുടെ താക്കോൽ നിന്റെ കയ്യിൽ, ദൈവത്തിന്റെ കയ്യില. നിന്റെ ട്രഷറിയുടെ താക്കോൽ യേശുവിന്റെ കയ്യില. ഒരു ദേശാധിപതിക്ക് ആ നന്മ തടയാൻ കഴിയത്തില്ല. ഒരു കുടുംബക്കാർക്ക് ആ നന്മ തടയാൻ കഴിയത്തില്ല. ഒരു ബാങ്ക് മാനേജറിനും അത് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഒരു കമ്മിറ്റി കൂടി അതിനെ തടയാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാല ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ നിനക്ക് വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിക്കുക. The treasury is opening now. The treasury is opening now. The treasurer is moving here. ഓ, ആ ട്രഷറർ നിന്റെ നടുവിൽ നടകൊള്ളുകയാ. നീ പറ, എന്റെ ആവശ്യകത ഇതാ യേശുവേ. രഥന ഗതി ഗലം പരാ പ്രവാനി ഐഡബ ശബപ്രവാനിയ അസ്മ റഖോറിയന സന്തരാദി ഉലം പ്രഭാഷക പ്രവാനിയ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ജനസമ്പർക്ക പരിപാടി നടത്തുമായിരുന്നു. എന്തായിരുന്നു ആ വാക്കെന്നറിയാമോ? ജനവുമായി ഒരു സമ്പർക്കം നടത്തോ. ജനസമ്പർക്ക പരിപാടി. വലിയ പന്തലുകൾ കിട്ടോ. രാവിലെ അദ്ദേഹം അവിടെ എത്തോ. എന്നിട്ട് അവിടെ വരുന്നവരെല്ലാം ആരാണെന്നറിയാമോ? ആവശ്യക്കാരാ. ആവശ്യക്കാരിങ്ങനെ അങ്ങോട്ട് അത് കൊടുക്കോ. അദ്ദേഹം ഫയലുകൾ എടുത്ത് നോക്കോ. ആ ആവശ്യകത നോക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യോ? അതൊന്ന് ഒപ്പിട്ട് കൊടുക്കോ. ഒപ്പിട്ട് കൊടുത്തിട്ട് പറയും, നിങ്ങൾ ഇത് എവിടാണെന്ന് വെച്ചാൽ കൊണ്ട് കാണിച്ചാൽ മതി. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ഇന്ന് പകൽ ഇതുപോലെ ഒരു ജനസമ്പർക്കം ഇവിടെ നടക്കുകയാ. പക്ഷെ ഇത് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയല്ല. ഇത് പാർട്ടിയുടെ ജനസമ്പർക്ക പരിപാടിയല്ല. ഇതൊരു പാസ്റ്ററുടെ ജനസമ്പർക്ക പരിപാടിയല്ല. സ്വർഗത്തിലെ ദൈവ യേശു കർത്താവ്, ദാവീദ് ഗൃഹത്തിന്റെ താക്കോലുള്ളവർ ഇതിനകത്തൊരു ജനസമ്പർക്ക പരിപാടി നടത്തുകയാ. നിന്റെ ആവശ്യകതകളുടെ പേപ്പർ അങ്ങോട്ട് കൊട്. കർത്താവ് അത് ഒപ്പിട്ട് തിരിച്ചു തരുമ്പോ നിന്റെ ആവശ്യകതകൾ അടഞ്ഞിരുന്ന വിഷയങ്ങൾ ദൈവം തുറക്കുന്നത് കാണാൻ കഴിയുക. ഇന്ന് പകൽ വിശ്വസിക്കുക, ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ, ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ എൻ്റെ യേശുവിൻ്റെ കയ്യില. നിന്റെ നന്മയുടെ താക്കോൽ ഒരു പിശാചിൻ്റെ കയ്യിലല്ല. നിന്റെ നന്മയുടെ താക്കോൽ ഒരു അന്ധകാര ശക്തിയുടെ കയ്യിലല്ല. നിന്റെ നന്മയുടെ താക്കോൽ യേശുവിൻ്റെ കയ്യിലാണ്. അവൻ ആ താക്കോൽ നിന്റെ കയ്യിൽ തരികയാണ്. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സമൃദ്ധിയായി തരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറ. ഒന്ന്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. രണ്ട്, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ.
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളുടെ അടുക്കൽ ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്നാമത് ദൈവം നമ്മളെ ഭരമേൽപ്പിക്കുന്ന താക്കോൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. രണ്ടാമത് ദൈവം നമ്മളെ ഭരമേൽപ്പിക്കുന്ന താക്കോൽ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ. മൂന്നാമതായി യേശു കർത്താവിന്റെ തിരുവായ്മൊഴികളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 52-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 52-ാം വാക്യത്തിൽ അവിടെ യേശു കർത്താവ് ന്യായശാസ്ത്രിമാരെ നോക്കി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയാം. അവിടെ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്: ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. വായിക്കാമോ? ലൂക്കോസ് 11:52. ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ന്യായശാസ്ത്രിമാരുടെ അടുക്ക പറയാ നിങ്ങൾക്ക് കഷ്ടം. എന്താണ് ന്യായശാസ്ത്രിമാർക്ക് കഷ്ടം വരാൻ കാര്യം? വായിച്ചട്ടെ വേദഭാഗം തുടർന്ന്. നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. നിങ്ങൾ തന്നെ കടക്കുന്നില്ല, നിങ്ങൾ തന്നെ കടക്കുന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു. കടക്കുന്നവരെ തടുത്തും കളഞ്ഞു. ഇവിടെ ഒരു താക്കോലിനെ കുറിച്ച് കർത്താവ് പറയുകയാ. പരിജ്ഞാനത്തിന്റെ താക്കോല് നിങ്ങൾ കളഞ്ഞു. ഇത് മുഖാന്തരം എന്താണ് ഒന്നാമത് സംഭവിക്കുന്നത്? നിങ്ങൾക്കയ്യോ കഷ്ടം. അപ്പൊ കഷ്ടം വന്നതിന്റെ കാരണം എന്താ? പരിജ്ഞാനത്തിന്റെ താക്കോൽ എവിടെയോ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പരിജ്ഞാനത്തിന്റെ താക്കോൽ നിങ്ങൾ എടുത്തു, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? അത് കളഞ്ഞു. പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു, പക്ഷേ അത് കളഞ്ഞു. ഇന്ന് പകൽ ജീവിതത്തിന്റെ കഷ്ടതകളെ നോക്കി ഒരു സത്യം തിരിച്ചറിയണം. പരിജ്ഞാനത്തിന്റെ താക്കോൽ ഞാൻ എടുത്തു കളഞ്ഞു, അതുകൊണ്ടാണ് കഷ്ടം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആ പരിജ്ഞാനത്തിന്റെ താക്കോൽ തിരിച്ചു പിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ മാറുന്നത് കാണാൻ കഴിയും. അപ്പോൾ ചോദിക്കുക, എന്താണ് ഈ പരിജ്ഞാനത്തിൻ്റെ താക്കോലെന്ന്? നമ്മൾ പറയാം അവനൊരു പരിജ്ഞാനമില്ലാതെ വർത്താനം പറഞ്ഞെന്നൊക്കെ പറയും. അതൊന്നുമല്ല പരിജ്ഞാനത്തിൻ്റെ താക്കോൽ. പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എന്താണെന്ന് അറിയുവാൻ റോമാലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 19-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും പരിജ്ഞാനത്തിൻ്റെ താക്കോൽ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും. വായിക്കാമോ വേദഭാഗം? ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ. മതി. മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചുവെന്ന്. പക്ഷെ അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ വരുമ്പോൾ അങ്ങനെയല്ല. പരിജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപമായ ന്യായപ്രമാണത്തിൽ നിന്ന് നീ പഠിച്ചതുകൊണ്ട്. ലോ, the embodiment of knowledge and truth. Law is the embodiment. ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ഏതാണ്? ന്യായപ്രമാണം. അപ്പം ന്യായപ്രമാണം ഈസ് ഈക്വൽ ടു പരിജ്ഞാനം. ദൈവത്തിൻ്റെ വചനത്തെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ ജീവിതത്തിൽ ഈ കഷ്ടം വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവർ ഈ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തങ്ങ് കളഞ്ഞു. പരിജ്ഞാനത്തിൻ്റെ പുസ്തകത്തെ അവരെന്ത് ചെയ്തെന്നറിയാമോ? സിബിട്ട് പൂട്ടി ടീപ്പോയുടെ താഴത്തെ തട്ടിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ സഭായോഗത്തിനെ അത് പൊങ്ങത്തുള്ളൂ. പ്രസംഗത്തിന് പോലും ഈ പുസ്തകം എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവിടെ ഇതിങ്ങനെ ലോക്ക് ചെയ്തങ്ങ് വെച്ചേക്കും. പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എവിടെ പോയോ അവിടെ ജീവിതത്തിൽ കഷ്ടം ആരംഭിക്കും. പരിജ്ഞാനത്തിൻ്റെ താക്കോൽ കയ്യിൽ നിന്ന് പോയാൽ ജീവിതത്തിൽ കഷ്ടം ആരംഭിക്കും. അവിടെ പറയുകയാണ് പരിജ്ഞാനത്തിൻ്റെ താക്കോൽ നീ എടുത്തു കളഞ്ഞു, അതുകൊണ്ടാണ് നിനക്ക് ഈ കഷ്ടം മുഴുവൻ വന്നത്. പരിജ്ഞാനത്തിൻ്റെ താക്കോൽ ഏതാണ്? അതിനെ ഒറ്റ വാക്കിൽ ഞാൻ പറയാം: ദൈവവചനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞാൽ ജീവിതത്തിൽ കഷ്ടം വരും. ഇങ്ങനെ ദൈവവചനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ കഷ്ടമായി. അപ്പോൾ ഈ കഷ്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കഷ്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് തന്നെ കടക്കാൻ കഴിയുന്നില്ല. ദൈവവചനത്തിൻ്റെ താക്കോൽ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പോയാൽ അവനിൽ കാണുന്ന ഒന്നാമത്തെ പ്രത്യേകത, അവന് കടക്കാൻ കഴിയത്തില്ല. കടക്കുക എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഒരു പുഴവക്കത്ത് ചെന്നു, ആ പുഴ ക്രോസ് ചെയ്യുന്നതിന് നിങ്ങൾ എന്താ പറയുന്നത്? പുഴ കടക്കണമെന്നാണ് പറയുന്നത്. ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വന്നു, അതിനെ നിങ്ങൾ ക്രോസ് ചെയ്യണമെങ്കിൽ എന്താ പറയുന്നത്?
കടക്കുക എന്ന് പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു പരമാർത്ഥം നിങ്ങളോട് പറയാം. ഈ പുസ്തകത്തിൻ്റെ താക്കോൽ നഷ്ടപ്പെടുത്തുന്ന കാലത്തോളം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ കടക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇന്ന് പകൽ ഞാൻ തിരിച്ചു പറയട്ടെ, ജീവിതത്തിലെ ഏത് അഗ്നി പരിശോധനയായാലും, ഏത് കൂരിരുൾ താഴ്വരയായിരുന്നാലും, ഏത് മരണത്തിൻ്റെ നിഴലായിരുന്നാലും, ഏത് എരിഹോവിൻ്റെ വൻമതിലുകളായിരുന്നാലും, ഏത് ഉയർന്നു പൊങ്ങുന്ന തിരമാലകളായിരുന്നാലും, നിന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ശക്തികളെ നടുവിൽ ഈ വചനം തുറന്ന് ഇതിനകത്തെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ച്, ഇതിൻ്റെ വെളിപ്പാടുകളെ പ്രാപിച്ച്, ഇതിനകത്തുനിന്ന് ദൂതുകളെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്ന് പകൽ ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാ, നിനക്ക് മറികടക്കാൻ കഴിയാ, നിനക്കതിനെ പാസ് ചെയ്യാൻ കഴിയാ. ഇന്ന് പകൽക്കാല റന ഹസരാദിയ, നീ കടക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന, നീ ഓവർകം ചെയ്യത്തില്ലെന്ന് പറയുന്ന, നീ മറികടക്കത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങളെ നോക്കി ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. നിനക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയാ, നിനക്കതിനെ മറികടക്കാൻ കഴിയാ. ഇന്ന് പകൽക്കാല വചനത്തെ എടുത്തു പറ, വാഗ്ദത്തങ്ങളെ എടുത്തു പറ, ദൂതുകളെ എടുത്തു പറ. നിനക്ക് ലഭിച്ച ദൂതുകൾ, അതുകൊണ്ട് നിനക്കതിനെ കടക്കാൻ കഴിയാ. ഇന്ന് പകൽ നീ കടക്കത്തില്ലെന്ന് പറഞ്ഞ ഇന്ന് ഈ 4 ദിനരാത്രങ്ങൾ ഇവിടെ രാവും പകലും ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുക, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ മനസ്സുഖം തരാനല്ല കേട്ടോ. ദൈവത്തിൻ്റെ വചനം ചുമ്മാ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ച് വിടാനല്ല. ദൈവത്തിൻ്റെ വചനത്തിനൊരു ദൗത്യമുണ്ട്. നീ കടക്കത്തില്ലെന്ന് പറയുന്ന ചില വിഷയങ്ങൾ നീ കടന്നേ പറ്റത്തുള്ളൂ. എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, യൗവനക്കാരോടൊക്കെ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു സെമസ്റ്റർ നീ കടക്കത്തില്ലെന്ന് പറഞ്ഞോ, ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ നീ കടക്കത്തില്ലെന്ന് പറഞ്ഞോ, 10ാം ക്ലാസ് നീ കടക്കത്തില്ലെന്ന് പറഞ്ഞോ, +2 നീ കടക്കത്തില്ലെന്ന് പറഞ്ഞോ, ഗ്രാജുവേഷൻ നീ കടക്കത്തില്ലെന്ന് പറഞ്ഞോ, എക്സാം നീ ജയിക്കത്തില്ലെന്ന് പറഞ്ഞോ, ഇന്ന് പകൽ പരിജ്ഞാനത്തിൻ്റെ താക്കോലട് ദൈവവചനത്തെ മുറുകെ പിടിക്കുക. ദൈവവചനം നിന്റെ മുൻപാകെ വാതിലുകളെ തുറക്കും. ദൈവവചനം നിന്റെ മുൻപാകെ വാതിലുകളെ തുറക്കും. നീ കടക്കും, നിനക്ക് പാസ് ചെയ്യാൻ കഴിയാം. എന്നാൽ കടക്കുക എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എൻ്റർ ചെയ്യുക എന്നാ പറയുന്നത്. എൻ്റർ ചെയ്യുക, ഉള്ളിലേക്ക് കടക്കുക, അകത്തേക്ക് പ്രവേശിക്കുക. അപ്പം ദൈവവചനത്തിൻ്റെ താക്കോല് കൈവശമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? അകത്തേക്ക് കടക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ അതിനൊരു നിസ്സാരമായ ഉദാഹരണം പറയാം. ഈ ഒരു വചനത്തെ നിങ്ങൾക്ക് ഇന്ന് പ്രസംഗിച്ചിട്ടൊന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ താക്കോല്, എല്ലാവരും വീടൊക്കെ പൂട്ടിയല്ലേ വന്നേക്കുന്നത്, ആ വീടിൻ്റെ താക്കോല് ഇവിടെ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ചിട്ട് നിങ്ങൾ അങ്ങ് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് നിങ്ങൾ വീടിൻ്റെ വാതിൽക്ക പോയി നിൽക്കണം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും പരിജ്ഞാനത്തിൻ്റെ താക്കോല് കളഞ്ഞു പോയാൽ എന്താണെന്ന്. ചൂട് പിടിച്ച് അകത്തോട്ട് കയറി ചെല്ലുമ്പോഴാ കൊച്ചു പറയാം, അമ്മേ ഫ്രിഡ്ജിൽ നിന്ന് ഇച്ചിരി വെള്ളം എടുത്തു തരാൻ പറയാം. അപ്പം നിങ്ങൾ പറയാം, ഫ്രിഡ്ജിൽ നല്ല വെള്ളം ഇരിപ്പുണ്ട്, നല്ല തണുപ്പ് വെള്ളമാണ്. AC ഇപ്പോൾ ഒക്കെ AC ഫോണിനകത്ത് ഇരുന്ന് തന്നെ അകത്തെ AC ഓൺ ചെയ്യുക. AC ഓൺ ആവും, പക്ഷെ നിങ്ങൾ തണുപ്പ് പിടിക്കത്തില്ല. അയ്യോ നടു തൊന്നിട്ട് വയ്യ, ഒന്ന് ഇരിക്കണം. കട്ടിലകത്ത് കിടപ്പുണ്ട്, പക്ഷെ നിങ്ങൾ ഇരിക്കത്തില്ല. നിങ്ങളിവിടെ ഇന്ന് ചൂടടിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ വേർത്തൊലിക്കുക. എന്തിനേറെ പറയുന്നോ, നിങ്ങൾക്കൊരു അത്യാവശ്യം ഒന്ന് മുള്ള മുട്ടിയാൽ പോലും നടക്കത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? താക്കോല് കയ്യിലില്ല. 4000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, എല്ലാ റൂമും സെൻട്രലൈസ്ഡ് AC, ക്യൂൺ സൈസ് ബെഡ് കിടപ്പുണ്ട്, വീട്ടിൽ ഭക്ഷണം ഇരിപ്പുണ്ട്, ഫ്രിഡ്ജിൽ ജ്യൂസ് ഇരിപ്പുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ എല്ലാം എന്തേ ചെയ്യത്തുള്ളൂ? അവിടെ ഇരിക്കത്തേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാമോ? താക്കോൽ ഇവിടെ വെച്ചിട്ടാ പോയത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, പെന്തക്കോസുകാരനാ, സ്നാനപ്പെട്ടതാ, അഭിഷേകം പ്രാപിച്ചതാ, ബൈബിള് 4 വീട്ടിലുണ്ട്, ശരിയാ. പക്ഷെ താക്കോലെടുത്ത് തുറന്നില്ലെങ്കിലേ അതൊക്കെ പറഞ്ഞുകൊണ്ട് പേരും പെരുമയും പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഞങ്ങൾ വാര്യാവരെ യോനാച്ചാനെ കണ്ടതാ, ഞങ്ങൾ പിന്നെ അതിനു മുമ്പുള്ള കുക്കു സാഹിബിനെ കണ്ടതാ. അന്നത്തെ കാലമൊക്കെ എന്തുമായിരുന്നോ എൻ്റെ പൊന്നച്ചായ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവൻ താക്കോല് കൈ വേണോ? ഇന്ന് താക്കോല് നിന്റെ കയ്യിലുണ്ടോ? നിന്റെ കയ്യിൽ താക്കോലുണ്ടെങ്കിലേ വല്ലതും നടക്കത്തുള്ളൂ. അവൻ നിങ്ങൾക്ക് എന്താ കഷ്ടത്തിൻ്റെ കാരണം? വചനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞോ. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ്റെ വചനത്തെ, ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ചെയ്യുന്നതൊക്കെയോ സാധിക്കുക. ഇന്ന് പകൽ നിന്റെ നന്മയുടെ താക്കോൽ ഈ ദൈവത്തിൻ്റെ വചനമാണെന്ന് തിരിച്ചറിഞ്ഞാട്ട്
നിന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ ദൈവത്തിന്റെ വചനമാണെന്ന് തിരിച്ചറിഞ്ഞാട്ട് നിനക്ക് ചിലതിനെ പാസ് ചെയ്യണമെങ്കിൽ, നിനക്ക് ചിലതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം ഉണ്ടെങ്കിലേ പറ്റോ. എവിടെയെങ്കിലും നിനക്ക് പാസ് ചെയ്യാൻ കഴിയാതെ, എവിടെയെങ്കിലും നിനക്ക് മറികടക്കാൻ കഴിയാതെ, എവിടെയെങ്കിലും നീ കെട്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നീ ന്യായപ്രമാണത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. ന്യായപ്രമാണത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. ഇന്ന് ഇവിടെ നിന്ന് മടങ്ങി പോകുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്ക്. ദൈവത്തിന്റെ വചനവുമായിട്ടൊരു ബന്ധം എനിക്കുണ്ടായിരിക്കുക. ആ ബന്ധത്തിൽ ഞാൻ മുമ്പോട്ട് പോകത്തുള്ളൂ. വിശുദ്ധ യോഹന്നാൻ 1 ലേഖനം 3 അധ്യായം അതിൻ്റെ 22 വാക്യം എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് അറിയാവോ? 1 യോഹന്നാൻ 3:22 ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട്, ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് ദൈവത്തോട് എന്ത് യാചിച്ചാലും ദൈവം എന്ത് ചെയ്യോ? അത് ചെയ്തു തരുമോ? അങ്ങനെയെങ്കിൽ ദൈവം ഇന്ന് ചിലത് ചെയ്തു തരുന്നില്ലെന്ന്, ദൈവം ഇന്ന് ചിലതെനിക്ക് നിവർത്തിച്ചു തരുന്നില്ലെന്ന് നീ സങ്കടപ്പെടുന്നെങ്കിൽ എന്താ കാരണം? ന്യായപ്രമാണത്തിൻ്റെ താക്കോൽ നീ എടുത്തു കളഞ്ഞോ? വചനത്തെ എവിടോ നീ വിട്ടുകളഞ്ഞോ? ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുന്നില്ല. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? നീ മാനസാന്തരപ്പെടണോ? എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ സ്നാനമേൽക്കണം. സ്നാനമേൽക്കുന്ന ദൈവ പൈതൽ എന്ത് ചെയ്യണം? അവൻ സ്നാനപ്പെട്ട് അവൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. പിന്നെ അവൻ എന്ത് ചെയ്യണം? അവൻ കൂട്ടായ്മ ആചരിക്കണം. പിന്നെ അവൻ എന്ത് ചെയ്യണം? അവൻ അപ്പം നുറുക്കണം. പിന്നെ എന്ത് ചെയ്യണം? അവൻ പാപത്തിന്റെ വഴികളോട് വേർപെടണം. അവൻ വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കണം. പിന്നെ അതിലെല്ലാറ്റിലും ഉപരി ഈ വചനം നൽകുന്ന വലിയൊരു പ്രത്യാശയുണ്ട്. ഈ വചനം നൽകുന്ന വലിയൊരു ഉറപ്പുണ്ട്. എന്താണ് ആ ഉറപ്പ് പറയുന്നത്? ആ സഭയുടെ കാന്തനായിരിക്കുന്ന ക്രിസ്തു. എന്താണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം? സഭ ഒരു മണവാട്ടിയാണ്. ക്രിസ്തു ആ സഭയുടെ മണവാട്ടിയുടെ മണവാളനാണ്. എല്ലാ കാലവും ഈ മണവാട്ടി മണവാളനും വിവാഹ നിശ്ചയം ചെയ്ത് ഇങ്ങനെ ജീവിക്കത്തില്ല. പകരമായി സഭയുടെ കാന്തനായിരിക്കുന്ന ക്രിസ്തു തന്റെ മണവാട്ടിയാകുന്ന സഭയെ, തന്റെ കാന്തയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ ഇറങ്ങി വരും. മധ്യാകാശത്തിലെ മണിപ്പന്തലിൽ കാഹളനാദം ധ്വനിക്കുമ്പോൾ വിവാഹ വേദിയിലേക്ക് ഒരു വധുവിനെ ആനയിച്ചു കൊണ്ട് പോകുന്നത് പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിന്നിറങ്ങി അമ്പരമീതിയിൽ നിൽക്കുമ്പോൾ തിരുസഭയാകുന്ന കാന്ത, തിരുസഭയാകുന്ന മണവാട്ടി സ്വർഗത്തിലേക്ക്, ആകാശമണ്ഡലങ്ങളിലേക്ക് പറന്നുയരോ. അത് തിരുവചനം പറയുന്ന വാഗ്ദാനമാണ്. തിരുവചനം പറയുന്ന പ്രോമിസാണ്. തിരുവചനം നൽകുന്ന ഉറപ്പാണ്. ഈ വാഗ്ദത്തത്തെ നീ വിട്ടുകളഞ്ഞാൽ, ഈ വചനത്തെ നീ വിട്ടുകളഞ്ഞാൽ, സ്തോത്രം. അപ്പൊ വചനത്തിന്റെ താക്കോൽ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ചിലതിനെ മറികടക്കാൻ കഴിയത്തില്ല. 2, ചിലതിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ലെവല് മാറണമെങ്കിൽ വചനത്തെ വായിക്കണം. രാത്രിയുടെ യാമങ്ങൾ വചനത്തെ വായിക്കുക. വെറുതെ വായിച്ച് തള്ളാൻ ഇത് മനോരമ മാതൃഭൂമിയുമല്ല. അവൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവ, ഹൃദയത്തിനകത്ത് മുഴുവൻ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യണം? ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം. 24 മണിക്കൂർ. നമ്മൾ ഇതിനെയൊക്കെ പൂർവ്വ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, സ്തോത്ര, ഇത് പഴയ നിയമത്തിൽ ശുദ്ധിയുള്ള മൃഗങ്ങളെ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: കുളമ്പ് പിളർന്നിരിക്കുന്നതോ അയവറക്കുന്നതുമായ മൃഗങ്ങളാണ്. എന്താണ് കുളമ്പ് പിളർന്നിരിക്കുന്നതിൻ്റെ പ്രത്യേകത? കുളമ്പ് പിളർന്നിരിക്കുന്നത് വേർപാടിനെ കാണിക്കുകയാണ്. ഇത് അയവറക്കണോ? അയവറക്കുക എന്ന് പറഞ്ഞാൽ, സ്തോത്ര, നമുക്കറിയാം മൃഗങ്ങൾ, അയവറക്കുന്ന മൃഗങ്ങളുണ്ട്. കന്നുകാലികളൊക്കെ അയവറക്കുന്നതാണ്. അത് ഭക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? അവ ഭക്ഷിച്ചത് ഉടനെ തന്നെ മറപ്പുരയിൽ പോവുകയല്ല. അതെങ്ങനെ വായിക്കകത്തിട്ട് ചവച്ചുകൊണ്ടിരിക്കുക. ഒരു ദൂത് കേട്ട് കഴിഞ്ഞാൽ, ദൂത് കേട്ടിട്ട് വീട്ടിൽ പോകരുത്. ആ ദൂത് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിക്കകത്ത് മുഴുവൻ എന്തായിരിക്കുക? ആ ഭക്ഷണത്തിൻ്റെ രുചിയായിരിക്കുക. ഒരു ബബിൾ ഗം ഇങ്ങനെ വായിക്കകത്തിട്ട് ചവയ്ക്കുന്നത് പോലെ അവൻ എന്ത് ചെയ്യണം? അവൻ്റെ വായിൽ എപ്പോഴും ആ രുചി ഇങ്ങനെ നിറഞ്ഞിരിക്കണം. പക്ഷേ ഇന്ന് അനേക ദൈവമക്കളുടെ കുഴപ്പം എന്താണെന്നറിയാമോ? ദൈവം പറഞ്ഞ ദൂതല്ല അയവറക്കുന്നത്.
പറഞ്ഞത്, അയലോക്കക്കാർ പറഞ്ഞ ശാപവാക്കുകളോ, അമ്മാവിയമ്മ പറഞ്ഞ പ്രാക്കുകളോ, നാട്ടുകാർ പറഞ്ഞ നെഗറ്റിവിറ്റിയോ, ഡോക്ടർമാർ പറഞ്ഞ ഡയഗ്നോസ് റിപ്പോർട്ടോ, പോലീസുകാർ പറഞ്ഞ നെഗറ്റീവ് റിപ്പോർട്ടോ, വക്കീൽ പറഞ്ഞ അസാധ്യതകളുടെ റിപ്പോർട്ടോ, ഇതൊക്കെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുക. ഇന്നാലും സ്കൂളിലെ ആ ടീച്ചർ എൻ്റെ കൊച്ചിനെ എന്തെല്ലാമാ പറഞ്ഞത്, എനിക്ക് അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല പാസ്റ്ററെ. ശരി, നിങ്ങൾ മറക്കണ്ട, 4 വാക്യം ഒന്ന് ഓർത്തു പറയാമോ? അതൊന്നും എൻ്റെ മനസ്സിനകത്ത് ഇപ്പം നിൽക്കത്തുമില്ല. പിന്നെ എങ്ങനെ എൻ്റെ പൊന്നച്ചായ ജീവിതം മേൽഗതി പ്രാപിക്കുന്നത്? ഇന്ന് പകൽ പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ വെക്ക്. മനുഷ്യൻ പറയുന്നതിനെ തോട്ടിക്കള, പകരം ദൈവം പറയുന്നതിനെ അതിലേക്ക് നമുക്ക് കൊണ്ടുപോകുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ, അടുത്ത ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുക. പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എന്താണ്? അടുത്ത ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത ഒരു താക്കോലിനെ നമുക്ക് കാണാൻ കഴിയാം. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒഗ്നിയേൽ എന്ന ന്യായാധിപന്റെ കാലത്തിനനന്തരമായിട്ട് ഇസ്രായേൽ ദൈവത്തിൻ്റെ കൃപയ്ക്കകത്തുനിന്ന്, ദൈവമഹത്വത്തിനകത്തുനിന്ന് അകന്നുപോയി. അങ്ങനെ അകന്നുപോയ കാലത്ത് എഗ്ലോൻ എന്ന് പറയുന്ന ഒരു മോവാബ്യ രാജാവ് യഹൂദനെ, ഇസ്രായേലിനെ അടിമപ്പെടുത്തുകയാണ്. നിങ്ങൾ ആ ഭാഗത്തിലേക്കൊന്ന് കടന്നു വരണം. ഞാനതൊന്ന് വിവരിച്ച് പറഞ്ഞ് വേഗത്തിൽ മുമ്പോട്ട് പോകാം. എഗ്ലോൻ എന്ന് പറയുന്ന ഒരു മോവാബ്യ രാജാവ് ഇസ്രായേലിനെ അടിമപ്പെടുത്തി, എന്നിട്ട് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി ഭരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം യേഹൂദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അഭിഷേകം നൽകി എഴുന്നേൽപ്പിച്ചോ. എന്തിനു വേണ്ടിയെന്നറിയാമോ? ഇസ്രായേലിന്റെ രക്ഷകനായി. യേഹൂദിനെ ദൈവം ഇസ്രായേലിന്റെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചോ. അങ്ങനെ യേഹൂദ് ഇസ്രായേലിന്റെ രക്ഷകനായി. ഈ യേഹൂദ് ഇസ്രായേലിന്റെ രക്ഷകനായപ്പോൾ അവൻ എങ്ങനെയാണ് ഇസ്രായേലിനെ രക്ഷിച്ചത്? ആ ഭാഗത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 16-ാം വാക്യത്തിൽ യേഹൂദ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ അവിടെ ഒരു ചുരികയുണ്ടാക്കിയതിന് ശേഷം അവൻ മോവാബ് രാജാവായ എഗ്ലോന്റെ അടുക്കൽ കാഴ്ചയുമായിട്ട് കടന്നു ചെന്നു. അങ്ങനെ കാഴ്ചയുമായിട്ട് കടന്നു ചെന്നപ്പോൾ ഗ്രീഷ്മഗ്രഹത്തിൽ ഈ മോവാബ് രാജാവായ എഗ്ലോൻ ഇരിക്കുകയാണ്. എഗ്ലോൻ അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, സ്തോത്ര, എഗ്ലോൻ ഇരിക്കുമ്പോൾ യേഹൂദ് കടന്നു ചെന്നു. യേഹൂദ് കടന്നു ചെന്നിട്ട് പറഞ്ഞു, യജമാനന് തമ്പുരാന് ഞങ്ങൾ കാഴ്ച കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, ശരി, എഗ്ലോന് കാഴ്ച വെക്കാൻ പറഞ്ഞു. എഗ്ലോന് കാഴ്ച വെച്ചിട്ട് യഹൂദ് പറഞ്ഞു, എനിക്കൊരു രഹസ്യം തമ്പുരാനോട് പറയാനുണ്ട്. അപ്പൊ പറഞ്ഞു, ആ കൂടെ നിൽക്കുന്നവരെല്ലാം മാറിപ്പോകാൻ പറഞ്ഞു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ യഹൂദ് തൻ്റെ ഇടം കൈകൊണ്ട് വലത്തെ തുടയിൽ ചുരുട്ടി വെച്ചിരുന്ന ചുരികയെടുത്ത് എഗ്ലോൻ എന്ന മോവാബ് രാജാവിനെ കുത്തി മലർത്തിയതിന് ശേഷമായിട്ട്, സ്തോത്ര, അവൻ എന്ത് ചെയ്തുവെന്നറിയാമോ? അതാണ് പ്രസക്തമായ ഭാഗം. 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 3-ാം അധ്യായം 23-ാം വാക്യം, പിന്നെ യേഹൂദ് ഭൂമുഖത്തിറങ്ങി. വായിക്കാമോ ആ വേദം? യേഹൂദ് ഭൂമുഖത്തിറങ്ങി പുറകെ മാളികയുടെ വാതിൽ അടച്ചുപൂട്ടി. അവൻ പുറത്തിറങ്ങി പോയ ശേഷം യേഹൂദ് ഭൂമുഖത്തിറങ്ങി പുറമെ മാളികയുടെ വാതിൽ അടച്ചുപൂട്ടി. യേഹൂദ് ഇവിടെ ഒരു വാതിൽ അടച്ചുപൂട്ടി. യേഹൂദ് ആരുടെ വാതിൽ അടച്ചുപൂട്ടിയെന്നറിയാമോ? 18 വർഷമായിട്ട് ഇസ്രായേലിനെ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്ന എഗ്ലോൻ എന്ന മോവാബ്യ രാജാവിൻ്റെ മാളികയുടെ വാതിൽ അടച്ച് യേഹൂദ് അതിനെ പൂട്ടിക്കളഞ്ഞു. 18 വർഷമായി ഇസ്രായേലിനെ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്ന എഗ്ലോന്റെ മാളികയുടെ താക്കോൽ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? യേഹൂദിന്റെ കയ്യിലാണ്. ഈ ആരാധന അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഭയങ്കരമായ അഭിഷേകം ഇതിനകത്ത് കത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, ഒരു താക്കോൽ ദൈവം ചിലരുടെ കയ്യിൽ തരും. ഏതാണ്? വർഷങ്ങളായി നിന്നെ പീഡിപ്പിക്കുന്ന ചില അന്ധകാര ശക്തിയുടെ മാളികയുടെ താക്കോൽ. യേഹൂദ് പുറത്തിറങ്ങി എഗ്ലോന്റെ വാതിലടച്ച് പൂട്ടി താക്കോൽ എടുത്തു കളഞ്ഞു. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? അവൻ എഗ്ലോന്റെ ഭൂമുഖത്തിറങ്ങി പുറകെ മാളികയുടെ വാതിൽ അടച്ചുപൂട്ടി. ഇന്ന് പകൽക്കാലം ഒരു അധികാരത്തിന്റെ താക്കോൽ ദൈവം നിന്റെ കയ്യിൽ തരികയാ. ചില പൈശാചിക കോട്ടകളുടെ, ചില അന്ധകാര ശക്തികളുടെ മാളികകളെ അടച്ചുപൂട്ടാൻ ഒരു താക്കോൽ ഇന്ന് നിന്റെ കൈവശം തരികയാ.
ഒരു താക്കോൽ കൈവശം തരികയാ. എൻ്റെ സഹോദരങ്ങളെ, അടുത്തതൊരു കാര്യം നിങ്ങൾക്കറിയാമോ? 24-ാം വാക്യത്തിൽ അവൻ പുറത്തിറങ്ങി പോയ ശേഷം എഗ്ലോന്റെ ഭൃത്യന്മാർ വന്നു. അവർ നോക്കി മാളികയുടെ വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടോ. എഗ്ലോന്റെ ഭൃത്യന്മാർ വന്നപ്പോൾ അവർ കാണുകയാണ് അവരുടെ രാജാവിൻ്റെ, അവരുടെ ദേവന്റെ, അവരുടെ തമ്പുരാന്റെ വാതിൽ പൂട്ടിയിരിക്കുന്നത് കാണുകയാണ്. ഭൃത്യന്മാർ ആശങ്കപ്പെട്ടു. എന്താണ് ഞങ്ങളുടെ തമ്പുരാന്റെ മാളിക പൂട്ടപ്പെട്ടിരിക്കുന്നത്? അവർ ചിന്തിച്ചു തമ്പുരാൻ അകത്ത് വേറെ എന്തെങ്കിലും തിരക്കിലായിരിക്കുമെന്ന്. പക്ഷെ സമയങ്ങൾ കഴിഞ്ഞിട്ടോ തമ്പുരാന്റെ വാതിൽ തുറക്കുന്നില്ല. എന്താ തമ്പുരാന്റെ വാതിൽ തുറക്കാത്തത്? തമ്പുരാന്റെ വാതിൽ പൂട്ടിയത് ഒരു അഭിഷക്തനാണ്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, തമ്പുരാന്റെ വാതിൽ അങ്ങനെ തുറക്കത്തില്ല. കാരണം തമ്പുരാന്റെ വാതിൽ ഒരു അഭിഷക്തൻ കയറി പൂട്ടി. ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് ചില യേഹൂദുമാർ ഇറങ്ങിപ്പോകോ. മണർകാടിന്റെ മണ്ണിൽ, കോട്ടയത്തിന്റെ മണ്ണിൽ, ഈ കേരളത്തിന്റെ മണ്ണിൽ ചില മാളികകളെ നമ്മൾ പൂട്ടിയെടുക്കുക. യേഹൂദിന്റെ അഭിഷേക അവൻ ചില മാളികകളെ പൂട്ടിയെടുക്കുകയാണ്. അവൻ മാളികകളെ പൂട്ടി അവൻ പുറത്തിറങ്ങി. അവര് നോക്കുകയാ, ഇപ്പൊ തമ്പുരാന്റെ അനക്കമില്ല. എന്താ തമ്പുരാന്റെ അനക്കമില്ലാത്തത്? അഭിഷക്തം പൂട്ടി സാറേ, അഭിഷക്തം പൂട്ടി. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ആളിന്റെ അനക്കമില്ല. അങ്ങനെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേഹൂദ് എഗ്ലോനെ പൂട്ടി. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? എഗ്ലോന്റെ ഭൃത്യന്മാർ അവർ കാത്തിരുന്ന് വിഷമിച്ചു. ഇന്ന് പകൽ ചില അന്ധകാര ശക്തികളുടെ അനുയായികൾ കാത്തിരുന്ന് വിഷമിക്കാൻ തുടങ്ങിയ കാരണം അഭിഷക്തന്മാര് ചിലതിനെ പൂട്ടുമ്പോൾ അവർ കാത്തിരുന്ന് വിഷമിച്ചു. അവർ കാത്തിരുന്ന് വിഷമിച്ചു. പക്ഷേ അവസാനം കുറെ കഴിഞ്ഞപ്പോൾ അവരൊരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ട് തുറന്നു. അഭിഷക്തന്മാരുടെ മാത്രമല്ല താക്കോൽ കേട്ടോ, മറ്റവരുടെയിലും താക്കോലുണ്ട്. അവരൊരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ട് തുറന്നു. അവർ പക്ഷെ തുറന്നപ്പം കണ്ട കാഴ്ച വേറെയാ. അവർ തുറന്നപ്പോൾ തമ്പുരാൻ നിലത്ത് മരിച്ചു കിടക്കുന്നു. നീ പൂട്ടിയതിനെ ചിലപ്പോൾ ആരേലും ഒക്കെ തുറന്നേക്കും. പക്ഷെ തുറക്കുമ്പോൾ അവൻ കാണുന്നത് എന്താണെന്നറിയാവോ? തമ്പുരാൻ മലന്ന് കിടക്കുന്നു. തമ്പുരാൻ മലന്ന് കിടക്കുന്നു. ഇന്ന് പകൽ ദൈവ പൈതലേ, നീ പൂട്ടുന്നത് തമ്പുരാന്റെ മാളികയാ. പക്ഷെ അവൻ തുറക്കുന്നത് ശവത്തിന്റെ വാതിലാ. അവൻ തുറക്കുന്നത് ശവത്തിന്റെ വാതിലാ. ഇന്ന് പകൽ ഈ 4 ദിവസത്തെ കൺവെൻഷനുകൾ കൊണ്ട് ഞങ്ങൾ അഭിഷക്തന്മാർ ഈ ദേശത്ത് പൂട്ടുന്നതൊക്കെ അകത്ത് ശവമാകട്ടെ. യെസ്, ആമേ. ആമേ. അടുത്ത ഒരു ഭാഗം ഞാൻ പറഞ്ഞു പോകുക, നിങ്ങൾ വീട്ടിൽ ചെന്ന് ധ്യാനിച്ചോണം കേട്ടോ. എന്താണ് അതിൻ്റെ അടുത്തതെന്നറിയാമോ? 26-ാം വാക്യം. തമ്പുരാൻ നിലത്ത് മരിച്ചു കിടന്നത് കണ്ടോ. എന്നാൽ അവർ കാത്തിരുന്നതിനിടയിൽ യേഹൂദ ഓടിപ്പോയി വിഗ്രഹങ്ങളെ കടന്ന് സെയീരയിൽ ചെന്ന് ചേർന്നു. നീ അവനെ പൂട്ടിയോണ്ട് നിനക്ക് എന്തോ പ്രത്യേകത? 2 കാര്യം. നീ ചില വിഗ്രഹങ്ങളെ കടക്കും. നീ ചിലതിനെ കടക്കും. ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ചോ. എന്നിട്ടവൻ സെയീരയിൽ ചെന്ന് ചേർന്നു. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ചില താക്കോലുകൾ ദൈവത്തിൻ്റെ അധികാരത്തിൽ കയറാൻ പോവാ. ദൈവത്തിൻ്റെ അഭിഷക്തന്മാരുടെ കയ്യിൽ ചില താക്കോലുകൾ കയറാൻ പോവാ. അതിനൊരു ഭാഗം ഞാൻ പറയാം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ 5-ാമത്തെ ദൂതനൂതിയപ്പോൾ ആകാശത്തു നിന്നൊരു നക്ഷത്രം ഭൂമിയിൽ നിലത്ത് വീണ് കിടക്കുക. ആകാശത്തെ നക്ഷത്രം നിലത്ത് വീണു. അത് ദൈവമാണോ? അത് ദൈവകൃപയാണോ? അല്ല. ഒരു നക്ഷത്രം ഭൂമിയിൽ നിലത്ത് വീണു. അത് വീഴ്ച സംഭവിച്ച ശക്തിയാണ്. അത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ശക്തിയാണ്. പക്ഷേ ഇപ്പോൾ അവൻ എന്താണെന്നറിയാമോ? 5-ാമത്തെ ദൂതനൂതിയപ്പോൾ ആകാശത്തെ ഒരു നക്ഷത്രം നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടോ. പക്ഷേ അടുത്ത ഭാഗത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? അവൻ അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ വീണുപോയ നക്ഷത്രത്തിൻ്റെ കയ്യിൽ താക്കോലിരിക്കുക. അവൻ എന്താ ചെയ്തത്? അഗാധകൂപത്തിൻ്റെ താക്കോൽ അവൻ്റെ കയ്യിൽ കിട്ടിയ ഉടനെ അവനതങ്ങ് തുറന്നു. അവൻ തുറന്നു കഴിഞ്ഞപ്പോൾ
പെരിഞ്ചൂളയിലെ പുക പോലെ പുക പൊങ്ങാൻ തുടങ്ങി. വെട്ടുക്കിളികളുടെ രൂപവും കുതിരയുടെ തലവും വാലുകളും ഉള്ളതായിട്ടുള്ള ഒരു ദുഷ്ടശക്തി വെളിയിലേക്ക് വന്നോ. ആ ദുഷ്ടശക്തി എന്ത് ചെയ്തോ? മനുഷ്യനെ എല്ലാം തേളു കുത്തും പോലെ വേദനിപ്പിക്കാൻ തുടങ്ങി. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ ആരംഭത്തിങ്കൽ വീണുപോയ നക്ഷത്രത്തിന്റെ കയ്യിലാണ് എന്തിരിക്കുന്നത്? താക്കോലിരിക്കുന്നത്. വീണുപോയ നക്ഷത്രത്തിന്റെ കയ്യിലാണ് വെളിപ്പാട് 9-ൽ താക്കോലിരിക്കുന്നത്. പക്ഷേ അവിടെ വെളിപ്പാട് പുസ്തകം അവസാനിച്ചില്ല, അവിടെ വെളിപ്പാടുകൾ അവസാനിച്ചില്ല. വീണ്ടും 11 അധ്യായങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ താക്കോൽ ഇപ്പൊ വേറൊരാളുടെ കയ്യിൽ ഇരിക്കുകയാണ്. 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ വീണുപോയ നക്ഷത്രത്തിന്റെ കയ്യിലിരുന്ന താക്കോൽ ഇപ്പോൾ 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ വേറൊരാളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലോ ഒരു വലിയ ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടോ. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, ചില അന്ധകാര ശക്തികളുടെ കയ്യിലിരുന്ന താക്കോലുകൾ സ്വർഗത്തിലെ ദൂതന്മാർ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ്. അവരിറങ്ങി വരികയാണ്. അഗാധ കൂപത്തിന്റെ താക്കോൽ, യെസ്, ദേശാധിപതികളുടെ താക്കോൽ, അന്ധകാരത്തിന്റെ താക്കോൽ, പൈശാചിക ശക്തികളുടെ താക്കോൽ ഇനിയും ആ ദുഷ്ട ശക്തികളുടെ കയ്യിൽ ഇരിക്കത്തില്ല. ഇനിയും ആ വീണ നക്ഷത്രത്തിന്റെ കയ്യിൽ ഇരിക്കത്തില്ല. പകരം അത് ആ താക്കോലിനെ ദൈവത്തിന്റെ ദൂതന്മാർ ഏറ്റെടുക്കാൻ പോവുക. ആ താക്കോൽ അഭിഷക്തന്മാർ ഏറ്റെടുക്കാൻ പോവുക. ചില മാളികകളുടെ താക്കോൽ, ചില അഗാധ കൂപത്തിന്റെ താക്കോൽ, ചില ദേശാന്തകാര ശക്തികളുടെ താക്കോൽ അത് അഭിഷക്തന്മാർ കൈയേക്കാൻ പോവുക. ഈ കൺവെൻഷൻ ചില താക്കോലുകൾ കൈമാറുന്ന കൺവെൻഷനാ. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഈ കൺവെൻഷൻ കഴിയുമ്പോൾ അഭിഷക്തന്മാർ ചില താക്കോലെടുത്ത് പൂട്ടോ. വീണുപോയ നക്ഷത്രത്തിന്റെ കയ്യിലിരുന്ന താക്കോൽ ഇനിയും അവന്റെ കയ്യിൽ ഇരിക്കത്തില്ല. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി അവന്റെ വലം കയ്യിൽ ഒരു താക്കോൽ ഇരിക്കുക, ഇടം കയ്യിൽ ഒരു ചങ്ങല ഇരിക്കുക. എന്റെ സഹോദരങ്ങളെ, 9-ാം അധ്യായത്തിൽ താക്കോല് മാത്രമേ ഉള്ളൂ. പക്ഷേ 20-ാം അധ്യായത്തെ താക്കോലിന്റെ കൂടെ ഒരു ചങ്ങലയും കൂടെ ഉണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ശത്രു താക്കോല് പിടിച്ചിരുന്ന മണ്ഡലങ്ങളിൽ ഈ വർഷത്തിൽ, ഈ 2023 ഈ ദൈവത്തിന്റെ കൃപയുടെ വർഷത്തിൽ, ഈ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ വർഷത്തിൽ, ഈ ദൈവത്തിന്റെ വിശാലതയുടെ വർഷത്തിൽ, ഈ ദൈവത്തിന്റെ കൃപാവരങ്ങളുടെ വർഷത്തിൽ, ഈ ദൈവത്തിന്റെ അധികാരത്തിന്റെ വർഷത്തിൽ, ഓ, in this year of favor, in this year of gifts and grace, in this year of Holy Spirit, in this year of Ephata, in this year of great favor, in this year of Holy Spirit, in this year of victory, താക്കോലുകൾ നിന്റെ കൈവശം വരാൻ പോവുകയാ. താക്കോല് മാത്രമല്ല, ഒരു ചങ്ങല കൂടെ. താക്കോൽ എന്തിനാണെന്നറിയാവോ? താക്കോൽ ഒരു വീട് പൂട്ടാനാ, അല്ലെങ്കിൽ താക്കോൽ ഒരു ഏരിയ പൂട്ടാനാ. പക്ഷെ ചങ്ങല എന്തിനാണെന്നറിയാമോ? ചില വ്യക്തികളെ പൂട്ടാനാ. യെസ്, ഇന്ന് പകൽക്കാല ചില വ്യക്തി പൈശാചിക ശക്തികൾ, ചില വ്യക്തി പൈശാചിക ശക്തികൾ ചങ്ങലക്കിടപ്പെടുന്നത്, ചില ദേശാധികാരങ്ങൾ പൂട്ടപ്പെടുന്നത് നീ കാണാൻ കഴിയുക. ഇന്ന് പകൽക്കാല സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ, പരിജ്ഞാനത്തിന്റെ താക്കോൽ, ഹല്ലേലൂയ, ചില അന്ധകാര ശക്തികളുടെ താക്കോൽ ഇന്ന് പകൽ ദൈവം നിന്റെ കരങ്ങളിൽ നൽകുകയാ. ഹറാ നഗാ രഗാ റിയാ ധനാദിയ അലാ മനാ ശമാനിയ ഐദര പ്രവാനിയ. 4 താക്കോലുകളെ ഞാൻ ഇതിനോടകം പറഞ്ഞു. 1 സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, 2 ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ, 3 ദൈവവചനത്തിന്റെ താക്കോൽ, 4 അന്ധകാര ശക്തികളുടെ മാളികകളുടെ താക്കോൽ. ഒരൊറ്റ താക്കോൽ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അതെ, കർത്തൃദിവസത്തിൽ ആത്മവ്യവസ്ഥനായിരിക്കുന്ന യോഹന്നാൻ 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടി നിലയെങ്കി ധരിച്ച് തേജോമയനായിരിക്കുന്ന ക്രിസ്തു, അഗ്നിജ്വാലകത്തൊത്തവ്, വായിൽ നിന്ന് പുറപ്പെടുന്ന പിളർന്നിരിക്കുന്ന വാളുകളുള്ളവ്, തലയും താടി ഹിമത്തോളം വെളുത്തവ്, യെസ്, ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ പൊൻപാദങ്ങളോടുകൂടി യോഹന്നാന്റെ അടുക്കൽ അടുത്തു വരുമ്പോൾ യോഹന്നാൻ ഭയചകിതനായി മരിച്ചവനെ പോലെ നിലത്തു വീണു. പെട്ടെന്ന് യോഹന്നാന്റെ മേൽ കൈവച്ചിട്ട് യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ, നീ ഭയപ്പെടരുത്. എന്താണ് നീ ഭയപ്പെടരുത്? നീ ഭയപ്പെടേണ്ട. ഞാൻ ആദ്യനും അന്ത്യനും
ഭാരമാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്ക് ജീവിച്ചിരിക്കുന്ന മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇന്ന് പകൽ കർത്താവ് ഒരു താക്കോലുമായി ഇതിൻ്റെ നടുവിൽ നടകൊള്ളുകയാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ, കീസ് ഓഫ് ഹേറ്റ്സ് ആൻഡ് ഡെത്ത്, പാതാള അധികാരങ്ങൾ, മരണപാശങ്ങളുടെ താക്കോലുമായി യേശു കർത്താവ് ഇതിനകത്ത് നടകൊള്ളുകയാണ്. എന്താണ് യേശു കർത്താവ് ഈ താക്കോലുമായി കടന്നു വരുന്നതിൻ്റെ സാരം? താക്കോലുമായി കടന്നു വന്ന യേശു ഒന്നാമത് യോഹന്നാന്റെ അടുക്കൽ എന്താ പറഞ്ഞെന്നറിയാം? യോഹന്നാൻ, നീ ഭയപ്പെടരുത്. ഇന്ന് പകൽ കർത്താവിൻ്റെ താക്കോൽ നിനക്കൊരു ഉറപ്പ് തരിക, നീ ഭയപ്പെടരുത്. ഒന്നിനെ